നമസ്കാരം, ഋഷിപ്രപ്നം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നാം അവതരിപ്പിക്കുന്നത് മേടസംക്രമവും അതിന്റെ ഫലങ്ങളുമാണ്. മേടസംക്രമ ഫലവും സംക്രമ ഫലത്തിൽ വരുന്നത് സൂര്യസംക്രമത്തിന്റെ ഫലവും അതേപോലെ തന്നെ ദേവതാ ഉദയത്തിന്റെ ഫലവും പ്രത്യേകമാണ്. മറ്റ് നക്ഷത്ര ഫലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫലപ്രവചന രീതിയാണ് ഇത്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോയെ സമീപിക്കുക. 27 നക്ഷത്രങ്ങളുടെയും പ്രത്യേകം അത്തരത്തിൽ സംക്രമ ഫലവും നക്ഷത്ര ഫലങ്ങളും പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പ്രകാരമുള്ള നക്ഷത്ര ഫലങ്ങളും പ്രത്യേകമായിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ദേവതാ ഫലവും സംക്രമ ഫലവും നക്ഷത്ര ഫലവും ഒക്കെ പരസ്പരം വ്യത്യസ്തങ്ങളായിരിക്കാം. എല്ലാത്തിലും നല്ലത് വരികയാണെങ്കിൽ അത് ആ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണപ്രദവും, മധ്യമമാണ് എങ്കിൽ അതിനനുസരിച്ചും, ദോഷമാണെങ്കിൽ അതിനനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങളും ചെയ്ത് വരുന്ന ഒരു വർഷക്കാലം മുന്നോട്ട് പോവുക. അതായത് മേടമാസത്തിലെ സംക്രമവും അതിനുശേഷം അടുത്ത മേടം വരെയുള്ള സംക്രമത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1 തീയതി വിഷു മുതൽ കൊല്ലവർഷം 1202 ആണ്ട് മീനമാസം അവസാനം വരെയുള്ള ഒരു വർഷത്തെ വിഷു സംക്രമ ഫലവും ദേവതാ ഫലവും നക്ഷത്ര ഫലവുമാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. അതായത് 2026 വിഷു മുതൽ അടുത്ത വിഷുവിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ ഫലം. ഇപ്പോൾ നമുക്ക് അശ്വതി നക്ഷത്രക്കാരുടെ മേടമാസം മുതലുള്ള ഒരു വർഷത്തെ സംക്രമ ഫലത്തെ പരിശോധിക്കാം. ആദ്യം നമുക്ക് അശ്വതി നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെ പരിശോധിക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് വിഷു സംക്രമ ഫലമായി ആദിഷട്കമാണ്. അതുകൊണ്ട് തന്നെ സർവാഭീഷ്ട സിദ്ധി, സത്കീർത്തി എന്നിവ ഉണ്ടാകാം. സംക്രമ ഫലമായി ദേവത വിഷ്ണുവാണ്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണാദി പ്രസാദാദി ഗുണഫലങ്ങളാണ്. അതായത് മുതിർന്ന ജനങ്ങളുടെയും എല്ലാ ജനങ്ങളുടെയും അനുഗ്രഹ ആശസ്സുകൾ ലഭിക്കും എന്നർത്ഥം. അശ്വതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ജനമുഖ്യതയും പ്രാഗൽഭ്യവുമുള്ള ഈ നക്ഷത്രക്കാർ കർമ്മ നൈപുണ്യവും ധൈര്യവും ബുദ്ധിയും ഉള്ളവരാണ്. ഈ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ സൗന്ദര്യയുക്തമായ ശരീരവും ഭർത്താവിൽ സ്നേഹാധിക്യം, ഗുരുജനങ്ങളിൽ ഭയഭക്തി എന്നിവയുള്ളവരായിരിക്കും. അശ്വതി നക്ഷത്രക്കാർക്ക് 7.5 ശനിക്കാലമാണ്. അതിനാൽ മനസ്സിനും ബുദ്ധിക്കും മന്ദതയും, വ്യാഴത്തിന്റെ 3ലെയും 4ലെയും സഞ്ചാരഗതി, അപ്രതീക്ഷിതമായ സ്ഥാനനഷ്ടങ്ങളും, ഏർപ്പെടുന്ന കാര്യങ്ങൾക്ക് തടസ്സവും, ആശ്രയിച്ചു നിൽക്കുന്നവരിൽ നിന്നും ബന്ധുക്കൾ മൂലവും ദുഃഖ ദുരിത അനുഭവങ്ങൾക്കും ഇടയുണ്ടാകും. അലച്ചിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം. രോഗങ്ങൾക്ക് ശമനവും, ശത്രുക്കളിൽ വിജയവും, പുതിയ സ്ഥാനമാനങ്ങളും, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇടപെടാനുള്ള അവസരങ്ങളും, പോരായ്മകൾ മനസ്സിലാക്കി സങ്കുചിത താല്പര്യങ്ങൾ ഉപേക്ഷിച്ച് കർമ്മ മേഖലയിൽ മുന്നേറാനുള്ള അവസരവും ലഭിക്കും. 3-4 വയസ്സുള്ള അശ്വതി നക്ഷത്രക്കാരായിട്ടുള്ള കുട്ടികൾക്ക് പകർച്ചവ്യാധികൾ വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. 23-24 വയസ്സുവരെ പ്രായമുള്ളവർക്ക് ഇൻഫർമേഷൻ ടെക്നോളജിയിലും കലാപ്രവർത്തനങ്ങളിലും ഇടപെട്ടുള്ള വിദ്യയ്ക്ക് സാധ്യത കൂടുതലാണ്. ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും ലഭിക്കുന്നതാണ്. വാഹനഭാഗ്യവും ഉണ്ടാകുന്നതാണ്. വിവാഹ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗവുമുണ്ട്. 29 മുതൽ 30 വയസ്സുവരെയുള്ളവർക്ക് അകാരണമായിട്ടുള്ള അലച്ചിലും അരിഷ്ടതകളും തരണം ചെയ്യേണ്ടതായിട്ടും വന്നേക്കാം. മറ്റുള്ളവരാൽ വഞ്ചിതരാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. 29 മുതൽ 39 വരെ ഏകദേശ പ്രായമുള്ളവർക്ക് കുടുംബ വിഷയങ്ങളിൽ ദുഃഖാനുഭവങ്ങൾക്ക് ഒരു പരിധിവരെ നിവൃത്തി ഉണ്ടാകുന്നതാണ്. മനസ്സിന് സന്തോഷവും കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷത്തിന് വർധനവും ഒക്കെ ഉണ്ടാകുന്നതാണ്. 39 മുതൽ 64 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളിലും മറ്റും ചില എതിർപ്പുകൾ ഉണ്ടാകുമെങ്കിലും സങ്കീർണതകൾ ഇഴവിരിച്ച് മനനം ചെയ്ത് ഭൗതികവും ആത്മീയവുമായിട്ടുള്ള നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. നട്ടെല്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചികിത്സ ആവശ്യമായി വന്നേക്കാം. 64 മുതൽ 80 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് പുതിയ വാഹനങ്ങളും പുതിയ ഭവന നിർമ്മാണവും ഉണ്ടാകുന്നതാണ്. സന്താനങ്ങളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. 80 വയസ്സ് മുതൽ ഉള്ളവർക്ക് എല്ലാ വയ്യാവേലികളും രോഗങ്ങളും വന്നു ചേരാവുന്ന അവസ്ഥയും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരുമായി സന്തോഷത്തോടെ ഇടപെടാൻ പരിശ്രമിച്ച് മുന്നോട്ട് പോവുക. ദുരിതശാന്തിക്കായി
ഗണപതി പ്രീതികരമായിട്ടുള്ള പൂജകളും ശിവമന്ത്രങ്ങൾ കൊണ്ടുള്ള ജപങ്ങളും സദ്ഫലങ്ങൾ തരുന്നതാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് വ്യാഴം 3, 4 ഭാവങ്ങളിലും ശനി 12-ലും രാഹു 11-ലും സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ചു നാളായി അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഈ വിഷുവർഷത്തിലും ആവർത്തിക്കുന്നതാണ്. നിലവിലെ തൊഴിൽ, പദവി എന്നിവ അതുപോലെ തന്നെ തുടരപ്പെടുന്നതാണ്. പുതിയ ജോലിക്ക് തേടുന്നവർക്ക് അവ ലഭിച്ചാലും പ്രതീക്ഷിച്ച ഗുണാധിക്യം കിട്ടണമെന്നില്ല. ബിസിനസ്സുകാർക്ക് നവസംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ മുടക്കിയ തുകയൊക്കെ മടക്കി കിട്ടാൻ അല്പം കാലതാമസവും വന്നേക്കാം. വസ്തു, വീട് എന്നിവ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കുടുംബപരമായിട്ടുള്ള സ്വൈര്യക്കേടുകൾക്കും സമാധാനം കൈവരാം. അന്യനാട്ടിൽ ഉപരിപഠനത്തിന് അവസരങ്ങൾ ലഭിക്കുന്നതാണ്. പ്രണയ സാധ്യതകളും ഉണ്ടാകാം. എന്നാൽ വിവാഹ സാഫല്യത്തിന് വിഘ്നങ്ങൾ ഉണ്ടാകുന്നതുമാണ്. ഏഴര ശനിക്കാലമായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇഴഞ്ഞു നീങ്ങിയേക്കാം. സാമ്പത്തികമായി സംതൃപ്തിയും ലഭിക്കുന്നതാണ്. ചിട്ടി, ഇൻഷുറൻസ്, നറുക്കെടുപ്പ് ഇത്യാദികളിലൂടെ ധനാഗമനം ഉയരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഭരണി നക്ഷത്രക്കാരുടെ മേടമാസത്തിലെ വിഷു സംക്രമ ഫലവും അതിനോടനുബന്ധിച്ചുള്ള നക്ഷത്രഫലങ്ങളും ഒക്കെ പരിശോധിക്കാം. ഇപ്പോൾ നമുക്ക് ഭരണി നക്ഷത്രക്കാരുടെ സംക്രമ ഫലം ഒന്ന് നോക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് ആദിഷട്കമാണ്. അതുകൊണ്ട് തന്നെ സർവാഭീഷ്ടസിദ്ധി, സത്കീർത്തി എന്നിവയാണ് ഫലം. ദേവതയായി ശിവനാണ്. അതുകൊണ്ട് തന്നെ മനോദുഃഖവും കുടുംബ സുഖഹാനിയും ഉണ്ടാകാം. ഇപ്പോൾ നമുക്ക് ഭരണി നക്ഷത്രക്കാരുടെ വരുന്ന വിഷുവർഷത്തെ നക്ഷത്രഫലത്തെ നോക്കാം. ഭരണി നക്ഷത്രക്കാർ സത്യവാദികളും സുഖവും മാന്യതയും ധീരതയും ദീർഘായുസ്സും ഉള്ളവരായിരിക്കും. സ്ത്രീകൾ വിദ്യ, വിവേകം എന്നിവയുള്ളവരായിരിക്കും. തുറന്നു സംസാരിക്കുന്നവരുമായിരിക്കും. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് വിഘ്നവും അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും കൂടുവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ നിന്നും മേൽ ജീവനക്കാരിൽ നിന്നും അകാരണമായിട്ടുള്ള വിമർശനങ്ങൾ നേരിട്ടേക്കാം. പുതിയ ഭവനത്തിലേക്ക് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാക്കാൻ പരിശ്രമിക്കുന്നതാണ്. സാമൂഹ്യ മണ്ഡലങ്ങളിൽ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഉന്നതമായിട്ടുള്ള ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ സാധിക്കുന്നതാണ്. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും മുടങ്ങിക്കിടന്ന ആചാരങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് പരിശ്രമിക്കുകയും ഭാരതീയ സംസ്കാരത്തിൽ ഊന്നിയ ദർശനങ്ങൾ സമൂഹ നന്മയ്ക്കായി ഉപകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടാനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പൊതുസമൂഹത്തിലും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തികളിലും എടുത്തുചാടിയുള്ള സംസാരം ഉണ്ടാകാതെ ശ്രദ്ധിച്ചാൽ അനാവശ്യമായിട്ടുള്ള ശത്രുതകളെ ഭരണി നക്ഷത്രക്കാർക്ക് ഒഴിവാക്കാൻ സാധിക്കും. 10 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് രക്ഷകർത്താക്കളിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും നല്ല വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും മധുര പലഹാരങ്ങളും ലഭിക്കാൻ ഇടയുണ്ട്. 10 വയസ്സ് മുതൽ 16 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പഠനത്തിൽ മന്ദതയും തടസ്സവും ഉണ്ടായേക്കാം. സൽപ്രവർത്തികളിലൂടെയും നല്ല കൂട്ടുകാരിലൂടെയും നേട്ടങ്ങൾ ഉണ്ടാകുവാനായി പരിശ്രമിക്കേണ്ടതാണ്. മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും ഉപദേശങ്ങൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. 16 മുതൽ 26 വയസ്സുവരെയുള്ളവർക്ക് പരിശ്രമത്തിലൂടെ ഉയരാൻ പറ്റിയ സന്ദർഭമാണ്. കഴിയുന്നത്ര ആ സന്ദർഭത്തെ പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുക. പുതിയ വിദ്യാലയങ്ങളിലും തുടർ പഠനത്തിലുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. 26 വയസ്സ് മുതൽ 33 വയസ്സുവരെയുള്ളവർക്ക് സാഹസ പ്രവൃത്തി കൊണ്ടും ധൈര്യപൂർവമുള്ള ഇടപെടൽ കൊണ്ടും വിജയം ഉണ്ടാകും. ശുഭകാര്യങ്ങൾക്ക് പറ്റിയ സമയമാണ്. ചില എതിർപ്പുകളും ശത്രുതകളും ഉണ്ടായാൽ പോലും അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. 33 വയസ്സ് മുതൽ 56 വയസ്സുവരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് അധികാരവുമായി ബന്ധപ്പെട്ട കഷ്ടപ്പാടുകൾ ഉണ്ടായേക്കാം. ആരോഗ്യ പരിരക്ഷയ്ക്കായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. 56 വയസ്സ് മുതൽ 72 വയസ്സുവരെയുള്ളവർക്ക് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പൂർത്തീകരിച്ച് വിജയിക്കാൻ കഴിയുന്നതാണ്. കുട്ടികളുടെ വിവാഹം, പുതിയ ഭവനം, വാഹനം എന്നിവയൊക്കെ ലഭിക്കുന്നതാണ്. 72 വയസ്സിന് മുകളിലുള്ളവർ സന്താനങ്ങളിൽ നിന്നുള്ള അനുഭവയോഗം ഉണ്ടാകുന്നതാണ്. ആത്മീയ കാര്യങ്ങളുമായി ഇടപെടാനും മനഃശാന്തി ലഭിക്കാനും സാഹചര്യങ്ങൾ ഉണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടായാൽ ദുരിത ശമനത്തിനായി മഹാമൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് ശിവന് പുഷ്പാഞ്ജലി കഴിച്ചാൽ സദ്ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഭരണി നക്ഷത്രക്കാർക്ക് വ്യാഴം 3-ലും 4-ലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ശനി 12-ലും രാഹു 11-ലും സഞ്ചരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള വർഷമായിരിക്കും. ഏഴര ശനിക്കാലമാണ്.
തൊഴിൽ രംഗത്ത് നിലവിലെ സ്ഥിതി അതുപോലെ തന്നെ തുടരാനോ അല്പം മോശമാകാനോ ഉള്ള സാധ്യതകളുണ്ട്. വലിയ പരിവർത്തനങ്ങൾക്ക് സാധ്യത കുറവാണ്. മനഃപൂർവ്വം മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചാൽ ദുസ്സാഹസമായി ചിലപ്പോൾ അത് അനുഭവപ്പെട്ടേക്കാം. എങ്കിലും 11-ൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ ധന ഉന്നതി ഉണ്ടാകുന്നതാണ്. കുമാർഗത്തിലൂടെയും പണവരവ് ഉണ്ടാകാം. അതോടൊപ്പം തന്നെ ഭോഗസുഖവും ലഭിക്കുന്നതാണ്. മൂല്യങ്ങളിൽ വിശ്വാസം കുറയുന്നതായിരിക്കും. ജോലി ലഭിച്ചാൽ അത് ദൂരസ്ഥലത്താകാനും സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം അർഹതയ്ക്കനുസരിച്ചതുള്ളത് ആകണമെന്നില്ല. അന്യദേശത്ത് കഴിയാൻ അവസരം വന്നെത്തുന്നതാണ്. പ്രൈവറ്റ് ജോലിയിൽ അധികാരവും പദവിയും കിട്ടുന്നതാണ്. കടബാധ്യത പരിഹരിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കേണ്ടതായി വന്നേക്കാം. ജീവിതശൈലി രോഗങ്ങളുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തുക. ഇപ്പോൾ നമുക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇപ്പോൾ നമുക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ സംക്രമ ഫലത്തെ നോക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് ആദിശക്കമാണ്. അതുകൊണ്ട് തന്നെ സർവാഭീഷ്ട സിദ്ധി, സത്കീർത്തി ഇവ ഫലമായി പറയേണ്ടിയിരിക്കുന്നു. ബ്രഹ്മാവാണ് ദേവത. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള വർഷമായിരിക്കും. ഇപ്പോൾ നമുക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ വരുന്ന വിഷുവർഷത്തെ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. ഭക്ഷണപ്രിയരും പരോപകാരികളും സംഭാഷണ പ്രിയരുമായിരിക്കും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ. പൊതുവെ മേധാവിത്വ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്നവരായിരിക്കും ഇവർ. ധനലാഭം, ആഗ്രഹ സാഫല്യം, പുതിയ കാര്യങ്ങളിൽ വിജയം, ജോലി കാര്യങ്ങളിൽ അനുകൂല സാഹചര്യങ്ങൾ എന്നിവയൊക്കെ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വിഷുവർഷത്തിൽ ഉണ്ടാകുന്നതാണ്. ബിസിനസ് ആവശ്യത്തിന് യാത്ര ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. സംരംഭകർക്ക് വിജയങ്ങൾ ഉണ്ടാകും. 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ബാലാരിഷ്ടതകൾ ഉണ്ടാകാം. 3 വയസ്സ് മുതൽ 13 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അരിഷ്ടതകൾക്കും മറ്റ് എല്ലാ തരത്തിലുള്ള ദോഷാനുഭവങ്ങൾക്കും മുക്തി ഉണ്ടാകാം. അതേപോലെ തന്നെ സുഖാനുഭവങ്ങളും ലഭിക്കാം. 13 വയസ്സ് മുതൽ 20 വയസ്സുവരെയുള്ള കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ വിജയവും കായിക രംഗത്ത് നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകാം. 20 വയസ്സ് മുതൽ 38 വയസ്സുവരെയുള്ളവർക്ക് ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാലും പടിപടിയായിട്ടുള്ള നേട്ടം കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. 38 വയസ്സ് മുതൽ 54 വയസ്സുവരെയുള്ളവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഇടയുണ്ടാകുന്നതാണ്. 54 വയസ്സ് മുതൽ 73 വയസ്സുവരെയുള്ളവർക്ക് പ്രായേണ ധനനഷ്ടം, മാനഹാനി, രോഗക്ലേശങ്ങൾ, ബന്ധനം, കർമ്മവിഘ്നം എന്നിവയൊക്കെ ഉണ്ടായേക്കാം. 73 വയസ്സിന് മുകളിൽ ഉള്ള കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് കാര്യവിജയവും പുത്രസുഖവും ധനസമൃദ്ധിയും ഫലമായി പറയേണ്ടതാണ്. മേടം, ഇടവം രാശികളിലായി വരുന്ന നക്ഷത്രമാണ് കാർത്തിക. ഇടവക്കൂറുകാർക്ക് ധാരാളം നേട്ടങ്ങൾ വന്നെത്തുന്ന വർഷമാണ്. കാര്യനിർവഹണം സുഗമമാകുന്നതാണ്. തൊഴിലിൽ മുന്നേറ്റം സാധ്യമാകുന്നതാണ്. സ്വപ്നം കണ്ട പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ സാധിക്കുന്നതാണ്. അധികാരികളുടെ പിന്തുണ ഉണ്ടാകുന്നതാണ്. ഗൃഹനിർമ്മാണം, വാഹനലബ്ധി എന്നിവ സാധ്യമാകുന്നതാണ്. അവിവാഹിതരായിട്ടുള്ളവർക്ക് വൈവാഹിക ജീവിതത്തിൽ പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ധനാഗമത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകില്ല. മേടക്കൂറുകാരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അടിക്കടി അഭിമുഖീകരിക്കേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. രാഷ്ട്രീയത്തിൽ വിരോധികളുടെ എണ്ണം കൂടുന്നതാണ്. സ്വത്ത് തർക്കങ്ങൾക്ക് മനസ്സിന്റെ സ്വാസ്ഥ്യം കെടുത്താൻ സാഹചര്യമുണ്ട്. അമിതമായിട്ടുള്ള അധ്വാനം ഉണ്ടായാലും അല്പലാഭം കൊണ്ട് തൃപ്തിപ്പെടേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധ അനിവാര്യമാണ്. സാഹസ കാര്യങ്ങൾക്ക് മുതിരാതിരിക്കുക. 7 ശനിക്കാലമാണ് എന്നത് ഓർമ്മയിൽ ഉണ്ടാകുക. ഇപ്പോൾ നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെ ഒന്ന് പരിശോധിക്കാം. ആദിഷട്കമാണ് രോഹിണി നക്ഷത്രക്കാർക്ക്. സർവാഭീഷ്ട സിദ്ധിയും സത്കീർത്തിയുമാണ് അതുമൂലം ഫലമായി ലഭിക്കുക. വിഷ്ണുവാണ് ദേവത. ബ്രാഹ്മണാദി പ്രസാദാദി ഗുണഫലങ്ങൾ ലഭിക്കും. അതായത് മുതിർന്നവരുടെയും കുടുംബാംഗങ്ങളുടെയും സ്നേഹ ബഹുമാനാദികളും അനുഗ്രഹങ്ങളും ലഭിക്കും എന്നർത്ഥം. ഇനി നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ വരുന്ന വിഷു വർഷത്തിലെ നക്ഷത്ര ഫലത്തെ നോക്കാം. രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ കുലശ്രേഷ്ഠരും സത്യം പറയുന്നവരും സൗന്ദര്യമുള്ളവരും ധനമുള്ളവരുമായിരിക്കും. സ്ത്രീകൾക്ക് വിദ്യ, വിവേകം, വേദപുരാണങ്ങളിലുള്ള അറിവ്, താല്പര്യം എന്നിവയൊക്കെ ഉണ്ടാകാം. സൗഭാഗ്യത്തോടു കൂടിയവരായിരിക്കും രോഹിണി നക്ഷത്രക്കാർ. ഇപ്പോൾ 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് വീഴ്ച, ഒഴിവ് എന്നിവയൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. 12 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള കാലത്തുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ക്ലേശങ്ങളും ബന്ധുനാശവും സ്വജനാരിഷ്ടതയും വിദ്യാദി കാര്യങ്ങളിൽ
ശ്രദ്ധക്കുറവുമൊക്കെ ഉണ്ടായേക്കാം. 30 മുതൽ 46 വയസ്സ് വരെയുള്ളവർക്ക് കാര്യവിജയവും ധനസൗഭാഗ്യവും വിവാഹാദി സത്കർമ്മങ്ങൾ നടക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. 46 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ജനിച്ച നാട്ടിൽ പേരും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അഭിവൃദ്ധിയും ഉണ്ടാകുന്ന സമയമാണ്. 65 വയസ്സിന് മുകളിലുള്ളവർക്ക് ധനലാഭവും കുടുംബസുഖവും ഒക്കെ ലഭിക്കുന്നതാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് വ്യാഴം 2-ലും 3-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ശനി 11-ലും രാഹു 10-ലും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ പല നിലയ്ക്കും രോഹിണി നക്ഷത്രക്കാർക്ക് ഗുണകരമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകും. പഠനം പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിക്കാനാകുന്നതാണ്. കഴിവിനനുസരിച്ച് ജോലിയും കൈവരുന്നതാണ്. വിദേശത്ത് അവസരങ്ങൾ ലഭിക്കാനിടയുണ്ട്. ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് ജോലിയിൽ ഉയർച്ച സിദ്ധിക്കുന്നതാണ്. വേതന വർധനവും പ്രതീക്ഷിക്കാവുന്നതാണ്. സംഘടനകളിൽ നേതൃപദവിക്കായി മത്സരിക്കാനുള്ള അവസരങ്ങൾ വരും. ദൂരദിക്കുകളിലൊക്കെ ജോലി ചെയ്തിരുന്നവർക്ക് ജന്മനാട്ടിലേക്ക് മാറ്റങ്ങൾ കിട്ടാം. അവിവാഹിതരുടെ പ്രണയം, വിവാഹം എന്നിവ സഫലമാകുന്നതാണ്. സന്താന പ്രാപ്തിയില്ലാതെ വിശ്രമിച്ചിരിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് സങ്കടം തീരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. വസ്തു വാങ്ങാനോ വീട് നിർമ്മിക്കാനോ ഒക്കെ സാധ്യതകൾ ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ കടബാധ്യതകൾ തീർക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും. മാത്രമല്ല സാമ്പത്തികമായി പൊതുവെ ഭദ്രത കൈവരുന്ന സമയമാണ്. ബിസിനസ്സുകാർക്ക് ഇത് ശരാശരി കാലമാണ്. ജീവിതശൈലി രോഗങ്ങൾ ഇടയ്ക്കിടെ ഉപദ്രവിച്ചേക്കാം. സുഹൃത്തുക്കളോട് കരുതലോടെ പെരുമാറേണ്ടതുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രോഹിണി നക്ഷത്രക്കാർ അല്പം ഒരു ശ്രദ്ധ കൊടുത്താൽ നല്ലൊരു വർഷമായിരിക്കും. ഇപ്പോൾ നമ്മൾക്ക് മകയിര നക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് മകയിര നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പരിശോധിക്കാം. മദ്യശൂലമാണ് മകയിരംകാർക്ക്. അതുകൊണ്ട് തന്നെ ബന്ധുനാശം, സ്വജന വിരോധം, അപമാനം, മനക്ലേശം ഇവയൊക്കെ ഫലമായി ലഭിക്കാം. ദേവത ശിവഭഗവാനാണ്. അതുകൊണ്ട് തന്നെ മനോദുഃഖവും കുടുംബ സുഖഹാനിയും ഒക്കെ ഉണ്ടാകാം. ഇനി നമുക്ക് മകയിര നക്ഷത്രക്കാരുടെ ഒരു വിഷുവർഷക്കാലത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. മകയിര നക്ഷത്രക്കാർ ബാല്യത്തിൽ ക്ലേശം അനുഭവിക്കുന്നവരും പിൽക്കാലത്ത് സമ്പത്തും ബലവും ഉള്ളവരായിരിക്കും. എല്ലാ കാര്യങ്ങളിലും സാമർഥ്യവും ഉള്ളവരായിരിക്കും ഇവർ. സ്ത്രീകൾക്ക് അഭിമാനവും സാമർഥ്യവും പരോപകാര താല്പര്യവും ഉണ്ടാകും. ധനലാഭം, രാജബഹുമതി, കുടുംബ ഐശ്വര്യം, ആജ്ഞാഗുണം, പ്രതാപശക്തി എന്നിവ ഉണ്ട്. 3-4 വയസ്സുവരെയുള്ള കുട്ടികളാണെങ്കിൽ ബാലാരിഷ്ടതയും, അതിനുശേഷം 21 വയസ്സുവരെയുള്ളവർക്ക് ദുസ്വപ്നങ്ങൾ മൂലമുള്ള ഭയവും രോഗക്ലേശവും ഉണ്ടാകാം. എന്നാൽ അതിൽ നിന്നൊക്കെ മുക്തിയും ഉണ്ടാകാം. നടുവേദന, പുറംവേദന ഇവയൊക്കെ ഉണ്ടായേക്കാം. കരുതലെടുക്കേണ്ടതാണ്. 21 വയസ്സ് മുതൽ 37 വയസ്സുവരെയുള്ളവർക്ക് വിവാഹാദി വിദ്യാലാഭങ്ങളും സർവശ്രേഷ്ഠതയും ലഭിക്കുന്നതാണ്. 37 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ള കാലഘട്ടമുള്ള മകയിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആലസ്യം, ക്ലേശം, ധനനഷ്ടം ഇവയൊക്കെ ഉണ്ടാകുമെങ്കിലും പൊതുവെ പിടിച്ചു നിൽക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. 73 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രതിസന്ധികൾ വന്നു ചേരാം. മകയിര നക്ഷത്രം ഇടവം, മിഥുനം രാശികളിലായി വരുന്ന നക്ഷത്രമാണ്. മകയിര നക്ഷത്രക്കാർക്ക് ഈ വർഷം പ്രതീക്ഷിച്ച കാര്യങ്ങളിൽ ചിലതെങ്കിലും നേടാനാകുന്നതാണ്. തൊഴിലിലെ ചാഞ്ചാട്ടം മാറുന്നതാണ്. ഉയർന്ന വരുമാനമാർഗമുള്ള പദവിയിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നതുമാണ്. ബന്ധുക്കൾ സഹായിച്ചിട്ടോ സ്വർണ്ണ പണയത്തിലൂടെ കിട്ടുന്ന ധനത്താലോ നവസംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കഠിന പരിശ്രമം കൊണ്ട് മാത്രം ഏതു മേഖലയിലും വിജയിക്കാൻ സാധിക്കുന്ന വർഷമാണിത്. ആ കാര്യങ്ങളൊന്നും മറക്കാതെ കഠിനമായി പരിശ്രമിക്കുക. വിദേശ ജോലി സ്വപ്നം കാണുന്നവർ അതാതു നാടുകളിലെ തൊഴിൽ നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ടു പോവുക. പ്രണയം സഫലമാകാൻ കടമ്പകൾ വളരെയേറെ ഉണ്ടാകും. പാരമ്പര്യമായി കിട്ടിയ ഭൂമിയിൽ വീട് വെക്കാനുള്ള സാഹചര്യങ്ങളും സംജാതമാകുന്നതാണ്. സിവിൽ കേസുകൾ നടത്തുന്നവർക്ക് ഊർജ നഷ്ടവും പണനഷ്ടവും സംഭവിക്കാം. സകുടുംബം തീർത്ഥാടനം നടത്തുവാനുള്ള അവസരങ്ങളും കൈവരുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ മകയിര നക്ഷത്രക്കാർ അല്പം ജാഗരൂകത കാണിക്കേണ്ടതുമാണ്. ഇപ്പോൾ നമുക്ക് തിരുവാതിര നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് തിരുവാതിര നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പരിശോധിക്കാം. തിരുവാതിര നക്ഷത്രക്കാർക്ക് മദ്യശൂലമാണ്. അതുകൊണ്ട് തന്നെ ബന്ധുനാശം, സ്വജന വിരോധം, അപമാനം, മനക്ലേശം എന്നിവ ഫലമായി പറയണം. ദേവത ബ്രഹ്മാവാണ്. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ലഭിക്കുക. ഇനി നമുക്ക് തിരുവാതിര നക്ഷത്രക്കാരുടെ വരുന്ന വിഷു വർഷത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുന്നവർ
ധനം, ഐശ്വര്യം എന്നിവയുള്ളവരായിരിക്കും. പരോപകാരം ചെയ്യുന്നതിൽ മടിയുള്ളവരും ഉപകാരസ്മരണ കുറവുള്ളവരുമായിരിക്കും. സ്ത്രീകൾ ഭംഗിയുള്ള കണ്ണുകളോടുകൂടിയുള്ളവരാണ്. പണ്ഡിതയാണെന്ന് മേനി നടിക്കുന്നവരുമായിരിക്കും. 9 വയസ്സുവരെയുള്ളവരാണെങ്കിൽ ദേഹദുരിതം, ദാരിദ്ര്യം ഇവയൊക്കെ ഉണ്ടാകാം. 9 വയസ്സ് മുതൽ 25 വയസ്സുവരെയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് ശ്രേഷ്ഠമായിട്ടുള്ള ഫലങ്ങളും വിദ്യാഭ്യാസ ഗുണങ്ങളും ലഭിക്കുന്നതാണ്. 25 വയസ്സ് മുതൽ 44 വയസ്സുവരെയുള്ള കാലഘട്ടം വിദ്യാഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. കൂടാതെ പൊതുവെ എല്ലാ കാര്യത്തിലും ലാഭവും വിവാഹം നടക്കാനുള്ള സാധ്യതകളുമുണ്ട്. 44-നും 61-നും ഇടയ്ക്കുള്ള തിരുവാതിര നക്ഷത്രക്കാർ പടിപടിയായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുന്നതാണ്. 61 വയസ്സ് മുതൽ 68 വയസ്സുവരെ പ്രായമുള്ള തിരുവാതിര നക്ഷത്രക്കാർ പല വിധത്തിലുള്ള ദുഃഖങ്ങൾ, സ്വജനനാശം മുതലായവ അനുഭവത്തിൽ വന്നേക്കാം. കൂടാതെ ദുരിതഫലങ്ങളും ഉണ്ടാകാം. 68 വയസ്സിന് ശേഷമുള്ളവരാണെങ്കിൽ രാജബഹുമാനവും സുഖം എന്നിവയൊക്കെ വർദ്ധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ശ്രേഷ്ഠ ഫലങ്ങളും ധാരാളം ഉണ്ടാകാം. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശനി 10ാം ഭാവത്തിലും രാഹു 9ാം ഭാവത്തിലും വ്യാഴം ജന്മരാശിയിലും 2ലുമായി സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലതരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യങ്ങൾ വരാം. ക്ഷമയും സഹനശീലവും പരീക്ഷിക്കപ്പെടാം. വിദ്യാർത്ഥികൾ അലസരാവാതെ ശ്രദ്ധിക്കുക. തൊഴിൽ തേടുന്നവർക്ക് കഴിവനുസരിച്ച് അവസരങ്ങൾ കരഗതമാകണമെന്നില്ല. മേലധികാരികളുടെ അനിഷ്ടം വരുന്നതിനാൽ ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ സമാധാനം കുറയുന്നതാണ്. സാമ്പത്തികമായി നഷ്ടങ്ങൾ ഉണ്ടാകാതെ, അബദ്ധങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രണയശൈഥില്യം, വിവാഹ തടസ്സം ഇവ അനുഭവത്തിൽ വന്നേക്കാം. ബിസിനസ്സുകാർ വലിയ മുതൽ മുടക്കുകൾക്ക് കഴിവതും തുനിയാതിരിക്കുക. നിലവിലെ സ്ഥിതി അങ്ങനെ തന്നെ തുടരാവുന്നതാണ്. കടബാധ്യത കൂടാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള വെട്ടിച്ചുരുക്കലുകൾ എടുക്കേണ്ടതാണ്. പ്രവാസികൾക്ക് കരുതിയ മാതിരി സമ്പാദ്യം വളർത്താൻ കഴിയണമെന്നില്ല. ചിങ്ങം, തുലാം, വൃശ്ചികം, മീനം, മേടം എന്നീ മാസങ്ങളിൽ കൂടുതലായി തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകാം. ഇപ്പോൾ നമുക്ക് പുണർന്ന നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. ഇനി നമുക്ക് പുണർന്ന നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പരിശോധിക്കാം. പുണർന്ന നക്ഷത്രക്കാർക്ക് മദ്യശൂലമാണ്. ബന്ധുജനനാശവും സ്വജനവിരോധവും അപമാനവും മനക്ലേശവും ഒക്കെ ഇതുമൂലം ഉണ്ടായേക്കാം. ദേവത വിഷ്ണുവാണ്. ബ്രാഹ്മണാദി പ്രസാദാദി ഗുണഫലങ്ങളാണ് ലഭിക്കുക. അതായത് മുതിർന്നവരുടെയും കുടുംബാംഗങ്ങളുടെയും ഗുരുജനങ്ങളുടെയും ഒക്കെ അനുഗ്രഹാശിസുകൾ ലഭിക്കുമെന്നർത്ഥം. ഇനി നമുക്ക് പുണർന്ന നക്ഷത്രക്കാരുടെ ഈ വിഷുവർഷത്തിലെ നക്ഷത്ര ഫലത്തെ നോക്കാം. പുണർന്ന നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ദാനശീലരും സുഖവും സഹനശക്തിയും ഉള്ളവരാണ്. കുടുംബത്തിൽ നിന്ന് അകന്നു താമസിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. സ്ത്രീകൾ കീർത്തി നേടുന്നവരാണ്. പുണ്യകർമ്മങ്ങളിൽ താല്പര്യവും നല്ല ചിത്തവൃത്തിയോടും ധർമ്മദൃഷ്ടിയോടും ഉള്ളവരാണ്. 8 വയസ്സുവരെയുള്ളവർക്ക് സൗഭാഗ്യ കാലഘട്ടമാണ്. 8 വയസ്സ് മുതൽ 27 വയസ്സുവരെ മാതാപിതാക്കൾക്ക് ദുരിത കാലഘട്ടവുമാണ്. അതേപോലെ തന്നെ 27 വയസ്സിന് ശേഷം 44 വയസ്സുവരെ ഏകദേശം എല്ലാ കാര്യത്തിലും അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. 44 മുതൽ 50 വയസ്സുവരെയുള്ള കാലഘട്ടം കഠിനമായിട്ടുള്ള ശത്രുഭയം, ബന്ധുനാശം, വയറ്റിലോ കണ്ണിലോ രോഗം, മരണമോ തുല്യമോ ആയിട്ടുള്ള സാഹചര്യങ്ങൾ എന്നിവ ഉണ്ടാകാം. 50 വയസ്സിന് മുകളിൽ 70 വയസ്സുവരെയുള്ളവർക്ക് സൗഖ്യം ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ പുതിയ ഗ്രഹനിർമ്മാണത്തിനുള്ള സാധ്യതകളുമുണ്ട്. പുണർന്ന നക്ഷത്രം മിഥുനം, കർക്കിടകം രാശികളിലായിട്ട് വരുന്ന നക്ഷത്രമാണ്. പുണർന്ന നക്ഷത്രം കർക്കിടകൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 12ലും ജന്മരാശിയിലും സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്യപ്രാപ്തി കഠിനമാകുന്നതാണ്. ആത്മവിശ്വാസം കുറയാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. എതിർപ്പുകളെയൊക്കെ പ്രതിരോധിക്കാൻ വിഷമിക്കുന്നതാണ്. മിഥുനക്കൂറുകാരായിട്ടുള്ളവർക്ക് വ്യാഴം ജന്മരാശിയിലും 2ാം ഇടത്തിലും മാറി മാറി സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രയത്നങ്ങളൊന്നും തന്നെ പാഴാകില്ല. സ്വപ്നങ്ങളിൽ ചിലതെങ്കിലും സഫലമാകുന്നതാണ്. എന്നാൽ മിഥുനക്കൂറുകാരായിട്ടുള്ളവർക്ക് കണ്ടകശനിക്കാലമാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗം ലഭിക്കാൻ കാത്തിരിക്കേണ്ടി വന്നേക്കാം. ആഗ്രഹിക്കാത്ത സ്ഥലം മാറ്റം ഉണ്ടാകാം. കർക്കിടകൂറുകാർക്ക് അഷ്ടമരാഹു ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. അകാരണമായിട്ടുള്ള ഭയം സൃഷ്ടിക്കാനും ഇടയുണ്ട്. ആദർശത്തിൽ ഉയർത്തി നിൽക്കുക ദുഷ്കരമായിരിക്കാം. പൊതുവെ പുണർന്ന നാളുകാർ സ്ഥിരോത്സാഹം, മിതവ്യയം, ക്ഷമാശീലം, ആരോഗ്യപരിപാലനം എന്നിവ പുലർത്തേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് പൂയം നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് പൂയം നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പരിശോധിക്കാം. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് മധ്യഷഡ്കമാണ്.
അതുകൊണ്ട് തന്നെ ലോക ബഹുമാനാദി സ്ഥാനമാനങ്ങളും ജനപ്രീതിയും വിശേഷ വസ്ത്ര ആഭരണങ്ങളും ഒക്കെ ലഭിക്കാം. ദേവതയായി ശിവഭഗവാനാണ്. അതുകൊണ്ട് തന്നെ കുടുംബ സുഖഹാനിയും മനോദുഃഖവും അതോടൊപ്പം തന്നെ വന്നേക്കാം. ഇനി നമുക്ക് പൂയം നക്ഷത്രക്കാരുടെ വരുന്ന വിഷുവർഷത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. പൂയം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ശാന്ത പ്രകൃതിയും ധനഭാഗ്യമുള്ളവരും ബുദ്ധിമാന്മാരായിട്ടും പരോപകാരികളായിട്ടും ലജ്ജയില്ലാത്തവരായിട്ടും ഭവിക്കും. സ്ത്രീകൾ ദേവന്മാരിലും ഗുരുക്കന്മാരിലും ഭക്തിയുള്ളവരിലും രമ്യകർമ്മങ്ങളിൽ അധികമായിട്ടുള്ള സുഖവും സന്താനയുക്തയുമായിരിക്കും. വ്യാഴം ജന്മത്തിലും 12ലുമായിട്ട് സഞ്ചരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ കാലത്ത് ദൂരസഞ്ചാരം, ധനനഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ എന്നിവയൊക്കെ ഉണ്ടായേക്കാം. 8നും 9നും വയസ്സിനിടയ്ക്കുള്ളവരാണെങ്കിൽ ജ്വരം, വാദസംബന്ധമായിട്ടുള്ള പീഡ എന്നിവകളിൽ നിന്ന് മുക്തി ഉണ്ടാകുന്നതാണ്. 9 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള പൂയം നക്ഷത്രക്കാർക്ക് ഈ വർഷം വിദ്യയ്ക്ക് അഭിവൃദ്ധിയും മനസ്സിന് സന്തോഷവും ലഭിക്കുന്ന പല കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. 27 വയസ്സിന് മുകളിൽ 32 വയസ്സ് വരെയുള്ളവർക്ക് ഈ വർഷം ശരീരത്തിന് ക്ഷീണവും ആലോചന കൂടാതെയുള്ള പ്രവർത്തികളിൽ നിന്നുള്ള ദുരിതങ്ങളും അല്പസുഖവും ലഭിക്കുന്നതാണ്. കൂടാതെ 32 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ളവർക്കും വിശേഷ വസ്ത്രങ്ങളുടെ ലാഭം ഉണ്ടാകുന്നതാണ്. കൂടാതെ സമ്പത്തും ശത്രുനാശവും കീർത്തിയും ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ 52 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ളവർക്ക് ഈ വർഷം ചെറിയ ചെറിയ രീതിയിലുള്ള അലച്ചിലും അതുകൊണ്ട് തന്നെ നേട്ടങ്ങളും ഉണ്ടാകാം. 58 വയസ്സ് മുതൽ 68 വയസ്സ് വരെയുള്ളവർക്ക് ഈ വർഷം സുഖഫലങ്ങളും കുടുംബസുഖവും 68 മുതൽ 75 വയസ്സ് വരെയുള്ളവർക്ക് ഈ വർഷം അധ്വാനത്തിൽ നിന്നുള്ള ഗുണഫലങ്ങളും സ്വപരിശ്രമം കൊണ്ടുള്ള നേട്ടങ്ങളും ഉണ്ടാകാം. 75 വയസ്സ് മുതൽ പ്രായമുള്ളവരെ സംബന്ധിച്ച് ഈ വർഷം ശാരീരിക അസ്വസ്ഥതകളും പരിശ്രമങ്ങൾക്ക് വേണ്ടത്ര പ്രതിഫലം ലഭിക്കാത്ത സ്ഥിതിയും ഒക്കെ ഉണ്ടാകാം. പൂയം നക്ഷത്രക്കാർക്ക് 12ലും ജന്മരാശിയിലുമായിട്ടാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 9ൽ ശനിയും അഷ്ടമത്തിൽ രാഹുവും സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രായേണ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളാണുള്ളത്. ഏതു രംഗത്തും വിജയം അനായാസമാക്കില്ല. പോരാട്ട വീര്യവും സ്ഥിരോത്സാഹവും ക്ഷമയും ആവശ്യമാണ്. വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ടേക്കാം. ബന്ധുക്കളിൽ നിന്നും സഹായം ലഭിക്കണമെന്നില്ല. വിദ്യാഭ്യാസ കാര്യത്തിൽ തടസ്സങ്ങളും ഉണ്ടാകാം. ന്യായമായിട്ടുള്ള അവകാശങ്ങൾ ബലം ചെലുത്തി നേടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. സുഹൃത്തുക്കൾ വഞ്ചിക്കുകയാണ് എന്ന തോന്നൽ ഉണ്ടായേക്കാം. ചെയ്തു പോന്നിരുന്ന തൊഴിലിൽ വളർച്ച പരിമിതമായിരിക്കും. അധികമായി മുതൽ മുടക്കുന്നത് ആലോചിച്ചു വേണം. ദൂരദിക്കുകളിൽ ജോലിവശാൽ വേറിട്ട് കഴിയുന്ന ഭാര്യാഭർത്തക്കന്മാരായിട്ടുള്ളവരെ സംബന്ധിച്ച് ഒരുമിക്കാനുള്ള അവസരങ്ങൾ ചുരുങ്ങുന്നതാണ്. വീട് നിർമ്മാണത്തിലെ തടസ്സങ്ങൾ വിഷമിപ്പിച്ചേക്കാം. ചെറിയ നേട്ടങ്ങളും ന്യായമായിട്ടുള്ള ധനവരുമാനവും ആശ്വാസമാകുന്നതാണ്. കന്നി, തുലാം, വൃശ്ചികം, ധനു, മേടം, ഇടവം എന്നീ മാസങ്ങൾ കൂടുതൽ നേട്ടങ്ങൾ കരഗതമാകുന്നതാണ്. ഇപ്പോൾ നമുക്ക് ആയില്യം നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് ആയില്യം നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെ നോക്കാം. മധ്യഷഡ്കമാണ് ആയില്യം നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് തന്നെ ലോക ബഹുമാനാദി സ്ഥാനമാനങ്ങളും ജനപ്രീതിയും വിശേഷ വസ്ത്ര ആഭരണാദികളും ഒക്കെ ലഭിക്കാം. ദേവതയായി ബ്രഹ്മാവാണ്. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള വിഷുഫലമാണ് ലഭിക്കുക. ഇനി നമുക്ക് ആയില്യം നക്ഷത്രക്കാരുടെ വരുന്ന വിഷുവർഷത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. ആയില്യം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ കഠിന ഹൃദയമുള്ളവരും ചപലതയുള്ളവരും ജ്ഞാനവും വാക്സാമർഥ്യവും ഉള്ളവരുമായിരിക്കും. സ്ത്രീകൾ പൂർണ്ണ സൗന്ദര്യം ഇല്ലാത്തവരും സത്യവിഹീനതയും വ്യാജകാര്യങ്ങളിൽ താല്പര്യവും ഉള്ളവരുമായിരിക്കാം. ശാരീരിക അസ്വസ്ഥതകളും കൊടുത്ത പണം കിട്ടുന്നതിൽ തടസ്സവും പ്രാർത്ഥനകൾ വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും ഒക്കെ സംജാതമായേക്കാം. 9 വയസ്സ് വരെയുള്ളവർക്ക് ഈ വർഷം കുടുംബത്ത് പലവിധ നേട്ടങ്ങളും അതിൽ നിന്നുള്ള പ്രയോജനങ്ങളും ലഭിക്കുന്നതാണ്. 9 വയസ്സിന് മുകളിൽ 16 വയസ്സ് വരെയുള്ള ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ദേഹപരമായിട്ടുള്ള അസ്വസ്ഥതകളും മറ്റും ഉണ്ടാകാം. അലസത, അനുസരണക്കുറവിൽ നിന്നുള്ള ചില്ലറ പ്രശ്നങ്ങൾ എന്നിവയും ഉണ്ടായേക്കാം. 16 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള യുവാക്കളെ സംബന്ധിച്ച് പൊതുവെ ഈ വർഷം അഭിവൃദ്ധികരമായിട്ടുള്ള കാര്യങ്ങളും ധനം, ഐശ്വര്യം, പുതിയ വീട്, സന്തോഷം എന്നിവയും ഒക്കെ ലഭിക്കാം. 36 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം വിചാരിക്കാത്ത സമയത്തുള്ള ചില കഷ്ടതകളും അലച്ചിലുകളും ഒക്കെ ഉണ്ടായേക്കാം. 42 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വർഷം മാതൃസൗഖ്യവും കുടുംബ സമാധാനവും ഏർപ്പെടുന്ന പ്രവർത്തികളിൽ അനുകൂലതയും ലഭിക്കാം. 52 വയസ്സ് മുതൽ 57 വയസ്സ് വരെയുള്ളവർക്ക് ഈ വർഷം
കഠിനാധ്വാനത്തിൽ നിന്നുള്ള നേട്ടവും ശത്രുവിജയവും ഉണ്ടാകാം. കൂടാതെ 59 മുതൽ 77 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഈ വർഷം ആരോഗ്യപരമായി ഉള്ള കാര്യങ്ങളിൽ നിന്ന് വിഷമതകളും 77 വയസ്സിന് മുകളിലുള്ളവർക്ക് കുടുംബ സൗഖ്യവും സുഖവും ഒക്കെ ഉണ്ടാകാം. ആയില്യ നക്ഷത്രക്കാർക്ക് വ്യാഴം 12ലും ജന്മത്തിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ശനി 9ലും രാഹു അഷ്ടമത്തിലുമാണ്. സമ്മർദ്ദങ്ങൾക്കിടയിലൂടെ കാര്യവിജയം കരസ്ഥമാക്കേണ്ട വർഷമാണ്. പ്രതിലോമ ശക്തികൾ ഉള്ളിലും പുറത്തും ഉണ്ടാകാം. അവയെ നിരാകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രവാസികളായിട്ടുള്ളവർ പ്രവാസം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചേക്കാം. വീട് പണി മൂലമുണ്ടായ കടങ്ങളൊക്കെ തീർക്കാൻ സാധിക്കാത്തത് വിഷമിപ്പിച്ചേക്കാം. സാങ്കേതിക വിദ്യാഭ്യാസം ക്ലേശകരമായി തോന്നും. ഗവേഷണ പ്രബന്ധ രചനകൾ ഒക്കെ വെല്ലുവിളികൾ നിറഞ്ഞതായി അനുഭവപ്പെട്ടേക്കാം. രോഗക്ലേശിതരായിട്ടുള്ളവർക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് ധനസഹായം ലഭിക്കുന്നതാണ്. ശിഥിലമായിട്ടുള്ള പ്രണയബന്ധങ്ങളും ഉണ്ടാകുന്നതാണ്. രാഷ്ട്രീയ കാര്യങ്ങളിൽ കനത്ത വെല്ലുവിളികളെ നേരിടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. ധനപരമായിട്ടുള്ള ഇടപാടുകളിൽ കൃത്യമായ കണക്ക് സൂക്ഷിക്കേണ്ടതാണ്. സമ്പാദ്യം സുരക്ഷിതമായ നിക്ഷേപമാക്കുവാനും അതിലെ കുറച്ചു ഭാഗം മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി വാഹനം വാങ്ങുവാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ അത്തരത്തിലുള്ള അനാവശ്യ ചെലവുകളൊക്കെ നിയന്ത്രിക്കേണ്ടതുമാണ്. ഇപ്പോൾ നമുക്ക് മകൻ നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് മകൻ നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെ നോക്കാം. മകൻ നക്ഷത്രക്കാർക്ക് മധ്യഷട്കമാണ്. അതുകൊണ്ട് തന്നെ ലോക ബഹുമാനാദി സ്ഥാനമാനങ്ങളും ജനപ്രീതിയും വിശേഷ വസ്ത്ര ആഭരണാദികളും ഒക്കെ ലഭിക്കാം. മഹാവിഷ്ണുവാണ് ദേവത. അതുകൊണ്ട് തന്നെ മുതിർന്ന ജനങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ഗുരുജനങ്ങളുടെയും അനുഗ്രഹ ആശംസകൾ ലഭിക്കുന്ന സമയമാണ്. ഇപ്പോൾ നമുക്ക് മകൻ നക്ഷത്രക്കാരുടെ ഒരു വിഷു വർഷക്കാലത്തെ ഫലത്തെ നോക്കാം. മകൻ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അറിവുള്ളവരും ധനവും സൗന്ദര്യവും ഉള്ളവരും ജനങ്ങളാൽ പ്രശംസിക്കപ്പെടുന്നവരും ശത്രുക്കളും അസൂയക്കാർ ഉള്ളവരും ആണ്. സ്ത്രീകൾ ഐശ്വര്യമുള്ളവരും പാപരഹിതരുമായിരിക്കും. രാജതുല്യമായിട്ടുള്ള സുഖം അനുഭവിക്കുന്നവരാണ്. മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ വ്യാഴം 11ലും 12ാം ഭാവത്തിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ശനി 8ലും രാഹു 7ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് തന്നെ ശത്രുക്കളിൽ നിന്നും അടുപ്പമുള്ളവരിൽ നിന്നും പരോക്ഷമായ സാമ്പത്തിക പുരോഗതിയും പൂർവിക സ്വത്തുക്കൾ ലഭിക്കുകയും വിവാഹാദി സൽക്കർമ്മങ്ങളും അതിലൂടെ സാമ്പത്തിക നഷ്ടങ്ങളും ഒക്കെ അനുഭവപ്പെട്ടേക്കാം. ഏകദേശം 4 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അരിഷ്ടതകൾക്ക് മുക്തി ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകും. ദൈവാധീനം വർദ്ധിക്കുന്നതാണ്. 4 മുതൽ 24 വയസ്സുവരെയുള്ളവർക്ക് പുതിയ വാഹനം, വസ്തുവകകൾ, വിദ്യാഗുണം, വിജയം എന്നിവയുണ്ടാകുന്നതും ആഗ്രഹ നിവർത്തി ഉണ്ടാകുന്നതും ആണ്. 24 വയസ്സ് മുതൽ 30 വയസ്സുവരെയുള്ളവർക്ക്, സൂര്യദശാകാലമുള്ളവർക്ക് ഈ വർഷം യാത്രയിൽ ചെറിയ തോതിലുള്ള അലട്ടലുകളും ചില്ലറ നേട്ടങ്ങളും ഉണ്ടാകും. 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഏകദേശമുള്ളവർ വിവാഹാലോചനകളൊക്കെ വിവാഹത്തിൽ എത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായി ഉന്നതിയും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതാണ്. 40 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ളവർക്ക് ഈ വർഷം അത് അധ്വാനത്തിൽ നിന്നും ശൗര്യത്തോടുകൂടിയുള്ള പ്രവർത്തനത്തിൽ നിന്നും വിജയങ്ങൾ ഉണ്ടാക്കി നൽകുന്നതാണ്. 47 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് ഈ വർഷം കഷ്ടതകളിൽ നിന്നുള്ള വിടുതലും രോഗദുരിതങ്ങളിൽ നിന്നുള്ള വിടുതലും സമാധാനവും ഉണ്ടാകുന്നതാണ്. 64 വയസ്സിന് മുകളിലുള്ളവർക്ക് കാര്യലാഭവും ബന്ധുമിത്രാദികളിൽ നിന്ന് ശുഭകരമായിട്ടുള്ള അനുഭവങ്ങളും ലഭിക്കുന്നതാണ്. എന്നാൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചില്ലറ പ്രശ്നങ്ങളും ഉണ്ടാകാം. ഇവർക്ക് ശനി അഷ്ടമത്തിലും രാഹു 7ലുമാണ്. അതുകൊണ്ട് തന്നെ ജീവിത വിജയത്തിന് കുറച്ചൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യം തന്നെയാണ്. എന്നാൽ സമ്മർദ്ദങ്ങളെയും പ്രതിസന്ധികളെയും കൂടി അഭിമുഖീകരിക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നതാണ്. ചിരകാല അഭിലാഷങ്ങൾ നേടാനാകും. സാമ്പത്തിക വളർച്ചയുടെ പാതയിൽ എത്തുന്നതാണ്. സമൂഹത്തിൽ ബഹുമാന്യരായിട്ടുള്ള വ്യക്തികൾ ഇവർക്ക് പിന്തുണ നൽകുന്നതാണ്. ആസൂത്രണം ചെയ്ത സംരംഭങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. തൊഴിൽ തേടുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ച് നല്ല ശമ്പളത്തോടു കൂടിയുള്ള ജോലി ലഭിക്കുന്നതാണ്. ഫ്ളാറ്റ്, വീട് തുടങ്ങിയവ വാങ്ങുന്നതിനും പുതിയത് നിർമ്മിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുമൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ആഡംബര വാഹനം സ്വന്തമാക്കാനാകും. വേണ്ടപ്പെട്ടവരുടെ സാമ്പത്തിക സഹായവും കൈവരുന്നതാണ്. പ്രണയകാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാം. ദാമ്പത്യ ജീവിതവും സുഗമം ആവുമെന്ന് പറയാനാവില്ല. തൊഴിൽപരമായിട്ടോ മറ്റ് കാരണങ്ങളാലോ ഭാര്യ ഭർത്താക്കന്മാർ ഇരു ദിക്കുകളിൽ കഴിയാം. ഇപ്പോൾ നമുക്ക് പൂരം നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് പൂരം നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെ നോക്കാം. പൂരം നക്ഷത്രക്കാർക്ക് മധ്യഷട്കമാണ്.
ലോക ബഹുമാനാദി സ്ഥാനമാനങ്ങളും ജനപ്രീതിയും വിശേഷ വസ്ത്ര ആഭരണങ്ങളും ഒക്കെ ലഭിക്കാം. പൂരനക്ഷത്രക്കാർക്ക് ദേവത ശിവനാണ്. അതുകൊണ്ട് തന്നെ മനോദുഃഖവും കുടുംബ സുഖഹാനിയും ഒക്കെ ഉണ്ടാകാം. ഇപ്പോൾ നമുക്ക് പൂരം നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ നക്ഷത്ര ബലത്തെ പരിശോധിക്കാം. പൂരം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഹിതകരമായ സംസാരമുള്ളവരും സാമർഥ്യത്തോടെ പ്രവർത്തിക്കുന്നവരും ഭൃത്യ സ്വഭാവമുള്ളവരും ധൈര്യം ഉണ്ടെങ്കിലും ഉള്ളിൽ പേടിയുള്ളവരുമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് ഉറച്ച മനസ്ഥിതിയുള്ളവരും സ്ഥിരസമ്മതമുള്ളവരും വീട്ടുകാര്യങ്ങളിൽ സമൃദ്ധിയും കാര്യനിർവഹണ ശേഷിയും ഉള്ളവരും ആയിരിക്കും. ഈ ഒരു വിഷു വർഷക്കാലം കുടുംബത്തിലും ജീവിതത്തിലും സമാധാനം ലഭിക്കുകയും ഔദ്യോഗികമായ ഉയർച്ചയും മികവും മുടങ്ങിക്കിടന്ന വ്യാപാരമോ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളോ പരിഹരിക്കപ്പെടുവാനുള്ള അവസരവും ലഭിക്കും. 10 വയസ്സുവരെയുള്ളവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും നിറഞ്ഞ ഒരു വർഷമായിരിക്കും. 10 വയസ്സ് മുതൽ 16 വയസ്സുവരെയുള്ളവർക്ക് യഥാവിധിയുള്ള പരിചരണങ്ങൾ ചിലപ്പോൾ കുറയുന്നതാണ്. വിദ്യയിൽ മന്ദത വരാതെ നല്ല പരിശ്രമം ചെയ്യേണ്ട സന്ദർഭങ്ങളുമാണ്. 16 വയസ്സ് മുതൽ 26 വയസ്സുവരെയുള്ള പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം ആരോഗ്യപരമായിട്ടുള്ള മെച്ചങ്ങളും വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ചയും ഉണ്ടാകാൻ ഉള്ള സാഹചര്യങ്ങളുണ്ട്. കൂടാതെ ഉന്നത വിദ്യാഭ്യാസത്തിന് പരിശ്രമിക്കുന്നവർക്ക് ആഗ്രഹം നിറവേറ്റാൻ കഴിയുന്നതുമാണ്. വിവാഹ സാമ്പത്തിക ലാഭങ്ങളും ഉണ്ടാകും. 26 വയസ്സ് മുതൽ 33 വയസ്സുവരെയുള്ള പൂരനക്ഷത്രക്കാർക്ക് നല്ല പരിശ്രമവും വിജയവും നേടാൻ പറ്റുന്ന വർഷമാണ്. 33 വയസ്സ് മുതൽ 56 വയസ്സുവരെയുള്ളവർക്ക് ഈ വർഷം ആരോഗ്യപരമായിട്ടുള്ള പല വിഷയങ്ങൾക്കും ആശ്വാസം ഉണ്ടാകും. 56 വയസ്സ് മുതൽ 72 വയസ്സുവരെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് പുതിയ വാഹനം വാങ്ങുവാനും കൂടാതെ ധനധാന്യ സമൃദ്ധിയും സന്താനങ്ങൾക്ക് സൗഭാഗ്യവും ഒക്കെ ഉണ്ടാകുന്നതാണ്. 72 വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ വർഷം ഇഷ്ടഭക്ഷണം, പുണ്യക്ഷേത്ര സന്ദർശനം, ആരോഗ്യ പരിപാലനം, സന്തോഷവും ഇവയും ലഭിക്കുന്നതാണ്. വ്യാഴം വർഷത്തിന്റെ കൂടുതൽ പങ്കും 11ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതാണ്. തൊഴിൽ രംഗത്ത് മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക ദുരവസ്ഥ ഒട്ടൊക്കെ പരിഹൃതമാകുന്നതുമാണ്. സൽപ്രവർത്തികളിലൂടെ സമൂഹ മധ്യത്തിൽ അംഗീകാരം സ്വന്തമാക്കുന്നതിന് സാഹചര്യം ഒരുങ്ങുന്നതാണ്. നവസംരംഭങ്ങൾ യാഥാർത്ഥ്യമാകുന്നതാണ്. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്ക് പരിഗണന നൽകി പ്രവർത്തിക്കുവാൻ ശ്രദ്ധ കാട്ടുന്നതാണ്. രാഹു 7ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അനുരാഗ കാര്യങ്ങളിൽ ശിഥിലത വരാൻ സാഹചര്യമുണ്ട്. ദാമ്പത്യ ജീവിതത്തിലും അലോസരം തലപൊക്കാം. വീട് വയ്ക്കാനോ വാങ്ങാനോ വളരെയധികം പ്രയത്നിക്കേണ്ട സ്ഥിതി വരുന്നതുമാണ്. കേതു ജന്മനക്ഷത്രത്തിൽ കുറച്ചു കാലം സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യത്തെ അത് ബാധിക്കാം. അഷ്ടമശനി ആയതുകൊണ്ട് തന്നെ ഉറ്റവരുടെ ദേഹവിയോഗാദികൾ മനസ്സിനെ മ്ലാനമാക്കാൻ ഇടയുണ്ട്. ഇപ്പോൾ നമുക്ക് ഉത്ര നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷുസംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് ഉത്ര നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെ പരിശോധിക്കാം. ഉത്ര നക്ഷത്രക്കാർക്ക് മധ്യഷട്കമാണ്. ലോക ബഹുമാനാദി സ്ഥാനമാനങ്ങളും ജനപ്രീതിയും വിശേഷ വസ്ത്ര ആഭരണാദികളും ഒക്കെ ലഭിക്കാം. ബ്രഹ്മാവാണ് ദേവത. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ലഭിക്കുക. ഇപ്പോൾ നമുക്ക് ഉത്ര നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷു വർഷക്കാലത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. ഉത്ര നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ധനവും സുഖവും ജനസമ്മതിയും കീർത്തിയും വിനയവും ഉള്ളവരാണ്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ സൽസന്താനവതിയും നയശാലിനിയും നീതിന്യായ കാര്യങ്ങളിലും ശാസ്ത്ര വിഷയങ്ങളിലും സമർത്ഥയുമായിരിക്കും. ഇവർക്ക് ഈ വർഷം ഭൂമി വാങ്ങി വീട് വെക്കുന്നതിനും സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനും നല്ല സൗഹൃദങ്ങളിലും സമാന ചിന്താഗതിയുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്നതിനും ആരോഗ്യപരമായിട്ടുള്ള സംരക്ഷണത്തിന് ക്രമീകരണങ്ങൾ ഉണ്ടാക്കുന്നതിനും മേലധികാരികളുടെ അനുഗ്രഹം ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ്. 3 വയസ്സുവരെയുള്ളവർക്ക് പരിചരണങ്ങളും ശ്രദ്ധയും കൊടുക്കേണ്ട വർഷമാണ്. 3 വയസ്സ് മുതൽ 13 വയസ്സുവരെയുള്ളവർക്ക് മാതൃസൗഖ്യവും നല്ല ഭക്ഷണവും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ സരസ്വതി കൃപയും ലഭിക്കുന്നതാണ്. 13 വയസ്സു മുതൽ 20 വയസ്സുവരെയുള്ളവർക്ക് സ്പോർട്സിലും അയോധന കലകളിലും അറിവ് നേടാൻ കഴിയുന്നതാണ്. വിദ്യാഭ്യാസപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സൈന്യത്തിൽ ചേരുന്നതിനും യൂണിഫോം ഉള്ള ഉദ്യോഗത്തിനും പരിശ്രമിക്കുന്നതിന് നല്ലതാണ്. 20 വയസ്സു മുതൽ 38 വയസ്സുവരെയുള്ളവർക്ക് ഈ വർഷം പ്രയോജനപ്രദമാക്കാൻ പറ്റുന്ന സമയമാണ്. 38 വയസ്സു മുതൽ 54 വയസ്സുവരെയുള്ള ഉത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ച് സുഖവും ഐശ്വര്യവും ധനം, വാഹനം, മനസ്സിന് ഇണങ്ങിയ ഭവനം ഇവയൊക്കെ ലഭിക്കുന്നതാണ്. 54 വയസ്സ് മുതൽ 74 വയസ്സുവരെയുള്ളവർക്ക് മനസ്സിന് സംതൃപ്തി കുറയുമെങ്കിലും പൊതുവെ ഐശ്വര്യപ്രദമായിട്ടുള്ള ജീവിതം ലഭിക്കുന്നതാണ്. 73 വയസ്സിന് മുകളിലുള്ളവർക്ക് ഈശ്വര സാക്ഷാത്കാരവും നല്ല ഭക്ഷണവും ഈ വർഷം കുടുംബാംഗങ്ങളുടെ സ്നേഹ പരിചരണങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. ചിങ്ങം, കന്നി രാശികളിലായി വരുന്ന നക്ഷത്രമാണ് ഉത്രം. ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വങ്ങൾ പൂർത്തി
പൂർത്തിയാകാനാകുന്നതാണ് ഈ വർഷം. പുതിയ ലക്ഷ്യങ്ങൾ എപ്പോഴും മുന്നിലുണ്ടാകും. ഔദ്യോഗിക ജീവിതത്തിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യത കാണുന്നുണ്ട്. കരാർ ജോലികൾ ചെയ്യുന്നവർക്ക് തുടർ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. കടബാധ്യത ഭാഗികമായി പരിഹരിക്കപ്പെടും. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വെല്ലുവിളികൾ വന്നു ചേർന്നേക്കാം. പ്രവാസികൾക്ക് കുടുംബത്തെ ഒപ്പം ചേർക്കാൻ അവസരമുണ്ടാകുന്നതാണ്. അതിർത്തി തർക്കങ്ങൾ മൂലമുണ്ടായ വ്യവഹാരങ്ങൾ മധ്യസ്ഥർ മുഖാന്തരം പരിഹരിക്കാൻ വിദൂര സാധ്യതയുമുണ്ട്. വയോജനങ്ങൾക്ക് സംരക്ഷണത്തിന് പ്രത്യേകമായ കരുതൽ വേണ്ടതാണ്. വീടുമായി പിണങ്ങിപ്പോയവർക്ക് വീണ്ടും ഇണക്കത്തിലാവാനും അനുരാഗ കാര്യങ്ങളിൽ തടസ്സങ്ങൾ പ്രത്യക്ഷപ്പെടാനും സാഹചര്യമുണ്ട്. ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്ക് കയ്പ് രസം നിറയ്ക്കാനും സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, കരുതലെടുക്കുക. ഇപ്പോൾ നമുക്ക് അത്തം നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് അത്തം നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ നോക്കാം. അത്തം നക്ഷത്രക്കാർക്ക് മധ്യഷട്കമാണ്. ലോക ബഹുമാനാദി സ്ഥാനമാനങ്ങളും ജനപ്രീതിയും വിശേഷ വസ്ത്ര ആഭരണാദികളും ഒക്കെ ലഭിക്കാം. ദേവതയായി മഹാവിഷ്ണുവാണ്. അതുകൊണ്ട് തന്നെ മുതിർന്ന ജനങ്ങളുടെയും ഗുരുജനങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ അനുഗ്രഹ ആശസ്സുകൾ ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് അത്തം നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷു വർഷക്കാലത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്ന പുരുഷന്മാർക്ക് വാക്സാമർഥ്യവും കൗശല്യവും സർക്കാർ ജോലി ലഭിക്കുന്നവരും ആണ്. മദ്യത്തിലും കാമിനിയിലും പ്രിയമുള്ളവരും ലജ്ജയില്ലാത്തവരും ആകാം. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ കൈകളും കണ്ണുകളും കാതുകളും അഴകുള്ളവരും ക്ഷമാശീലവും സ്വഭാവഗുണവും സമ്പന്നതയും അത്യന്തം സുഖം അനുഭവിക്കുന്നവരും ശരീര പുഷ്ടിയുള്ളവരുമാണ്. അത്തം നക്ഷത്രക്കാർക്ക് കണ്ടകശനിയും 10ലും 11ലുമായിട്ട് വ്യാഴവും 6ൽ രാഹുവും സഞ്ചരിക്കുന്ന വർഷമാണ്. അതുകൊണ്ട് തന്നെ ധനനഷ്ടം, മാനഹാനി, ധനക്ലേശം എന്നിവയും പരിശ്രമത്താൽ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. യാത്രയിൽ ധനനഷ്ടം ഉണ്ടാകാനുള്ള സാഹചര്യവുമുണ്ട്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 5 വയസ്സുവരെ ഉള്ള ചെറിയ കുട്ടികൾക്ക് വളരെ സുഖവും 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ളവർക്ക് വളരെ ശൗര്യവും വീര്യവും കൂടിയിരിക്കുന്ന അവസ്ഥയും ഉണ്ടാകാം. കുട്ടികളെ സൽപ്രവൃത്തിയിലേക്ക് നയിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാദി ഗുണഫലങ്ങൾ ചെറിയ രീതിയിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടായേക്കാം. സരസ്വതി കൃപ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടത്തുക. കൂടാതെ പരിശ്രമവും അത്യാവശ്യമാണ്. 30 വയസ്സ് മുതൽ 46 വയസ്സ് വരെയുള്ള അത്തം നക്ഷത്രക്കാരായിട്ടുള്ളവർ വിവാഹ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ട്. ജോലിയിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുകയും പുതിയ മേഖലകൾ അന്വേഷിച്ച് വിജയത്തിലെത്താനും ഈ വർഷം പരിശ്രമിക്കേണ്ടതാണ്. 46 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള കാലത്ത് ജീവിക്കുന്നവർ ഏത് ക്ലേശവും സഹിച്ച് ജീവിത വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതാണ്. ആത്മവിശ്വാസത്തോടെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. 65 വയസ്സിന് മുകളിലുള്ളവർക്ക് കുടുംബത്തിൽ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾക്ക് പരിഹാരവും രോഗങ്ങൾക്ക് നിവൃത്തിയും നല്ല വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. അത്തം നക്ഷത്രക്കാർക്ക് വ്യാഴം 10, 11 ഭാവങ്ങളിലാണ് സഞ്ചരിക്കുക. ശനി 7ലും രാഹു 6ലും കേതു 12ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമ്മിശ്രമായിട്ടുള്ള അനുഭവങ്ങൾ ആവർത്തിക്കുന്നതാണ്. പുതിയ തൊഴിൽ ലഭിക്കാം, എന്നാൽ പൂർണ്ണ തൃപ്തി ഉണ്ടാകണമെന്നില്ല. ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ സുഗമതയും അധികാരവും കുറയുന്നതാണ്. പ്രതീക്ഷിച്ച സ്ഥാനോന്നതി ഉണ്ടാകണമെന്നില്ല. വേതനത്തിൽ നാമമാത്രമായിട്ടുള്ള വർധനവ് വന്നാലായി. ബിസിനസ്സിൽ ലാഭം കൂടാനിടയില്ല. നിലവിലെ സ്ഥിതി തുടരാനാണ് സാധ്യത. പുതു സംരംഭങ്ങളെ ഒരു പരീക്ഷണമായി കണ്ടാൽ മതി. 7ലെ ശനിയാൽ അന്യദേശത്ത് ജോലിക്കോ പഠിപ്പിനോ അവസരം ഉണ്ടാകാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ മടുപ്പുണ്ടാകാം. വീട് നിർമ്മാണത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞേക്കും. വാഹന യോഗവുമുണ്ട്. 6ാം ഭാവത്തിലെ രാഹു അപ്രതീക്ഷിത ധനാഗമവും ശത്രുവിജയം എന്നിവ സമ്മാനിക്കുന്നതുമാണ്. പ്രണയം നിലനിർത്തുക എന്നത് ക്ലേശകരമായി തോന്നാം. ദാമ്പത്യ ജീവിതത്തിലും ചില അലോസരങ്ങൾ ഉണ്ടായേക്കാം. ഇപ്പോൾ നമുക്ക് ചിത്തിര നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് ചിത്തിര നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ നോക്കാം. ചിത്തിര നക്ഷത്രക്കാർക്ക് അന്ത്യശൂലമാണ്. അതുകൊണ്ട് തന്നെ ആയുധം, പശു, പക്ഷി, മൃഗാദികൾ എന്നിവ മൂലം ദേഹത്ത് മുറിവ്, രോഗം, ആപത്ത് എന്നിവയൊക്കെ ഉണ്ടാകാം. ദേവതയായി ശിവഭഗവാനാണ്. അതുകൊണ്ട് തന്നെ മനോദുഃഖവും കുടുംബ സുഖഹാനിയും ലഭിക്കാം. ഇനി നമുക്ക് ചിത്തിര നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷുവർഷത്തെ
സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. ചിത്തിര നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഉത്സാഹശീലരും പ്രമാണരേഖകൾ ചമയ്ക്കുന്നവരും സൗന്ദര്യമുള്ളവരും സ്വന്തം ഭവനം വെടിഞ്ഞു താമസിക്കുന്നവരും സ്വന്തമായി ധനം സമ്പാദിക്കുന്നവരും നല്ല വാക്കുകൾ പറയുന്നവരും കോപശീലരുമാണ്. സ്ത്രീകൾ വിചിത്രമായിട്ടുള്ള ആഭരണപ്രിയരും സൗന്ദര്യവതികളുമായിരിക്കും. 6-ൽ രാഹുവും 7-ൽ ശനിയും 10-ൽ വ്യാഴവും ചാരവശാൽ സഞ്ചരിക്കുന്ന ഈ വർഷക്കാലം സ്ഥാനഭ്രംശവും അർത്ഥനാശവും കാര്യവിജയവും ഉണ്ടാകുന്നതാണ്. പുതിയ ആശയങ്ങളും നൂതനമായിട്ടുള്ള കാര്യങ്ങൾ സംരംഭങ്ങൾ പഠിച്ച് ആരംഭിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നതാണ്. കടം കൊടുത്ത പണം പല സന്ദർഭങ്ങളിലായി തിരികെ വാങ്ങുന്നതാണ്. വർഷാവസാനം സമ്പത്ത്, പ്രതാപം, ഐശ്വര്യം എന്നിവ ഉണ്ടാകുന്നതാണ്. 3-4 വയസ്സുവരെയുള്ള കുട്ടികളെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. വീഴ്ച പറ്റാതെ ഇവരെ രക്ഷകർത്താക്കൾ വളരെ ശ്രദ്ധയോടുകൂടി പരിപാലിക്കുക. 3 മുതൽ അതിനു മുകളിൽ 21 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ചില ക്ലേശങ്ങൾ ഉണ്ടാകുമെങ്കിലും ക്രമാനുഗതിയായിട്ടുള്ള വിദ്യയും വിജയവും ഇവർക്ക് ലഭിക്കുന്നതാണ്. 21 വയസ്സ് മുതൽ 37 വയസ്സ് വരെയുള്ളവർക്ക് ഉന്നത വിദ്യാഭ്യാസം, വിവാഹം, ജോലി, സമ്പത്ത് എന്നിവ ആർജിക്കാൻ ഈ വർഷം കഴിയുന്നതാണ്. 37 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ളവർക്ക് ശ്രദ്ധിച്ചാൽ ഈ വർഷവും നല്ല ഫലങ്ങൾ നേടാൻ കഴിയും. എടുത്തു ചാടിയുള്ള പ്രവൃത്തികൾ ഒഴിവാക്കുക. ആരോഗ്യ പരിചരണവും ആവശ്യമാണ്. പൊതുവെ ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള അനുഭവമായിരിക്കും. 56 വയസ്സ് മുതൽ 73 വയസ്സ് വരെയുള്ളവർക്ക് കുടുംബ സമാധാനവും സന്തോഷവും ലഭിക്കുന്നതാണ്. 73 വയസ്സിന് മുകളിലുള്ളവരെ സംബന്ധിച്ച് ഈ വർഷം ആരോഗ്യപരമായി അത്ര മെച്ചമായിരിക്കില്ല. മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ച് മുന്നോട്ട് പോകുവാൻ പരിശ്രമിക്കുക. ഈശ്വര ഭജനവും ദുരിതശമനത്തിന് നല്ലതാണ്. ഈശ്വരപ്രീതി വരുത്തുക. കന്നി, തുലാം രാശികളിൽ സമോഹരികളായി വരുന്ന നക്ഷത്രമാണ് ചിത്തിര അഥവാ ചിത്ര. കൊല്ലവർഷം 1201 വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള കാലഘട്ടം തുലാക്കൂറുകാരായിട്ടുള്ള ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണാധിക്യം ഭവിക്കുന്ന ഗ്രഹസ്ഥിതിയാണ് വന്നിരിക്കുന്നത്. ന്യായമായിട്ടുള്ള അഭീഷ്ടങ്ങൾ നേടാൻ സാധിക്കുന്നതാണ്. മത്സരങ്ങളിൽ വിജയശ്രീ ലാളിതരാകുന്നതാണ്. അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം നടത്തി ഉദ്യോഗം നേടിയെടുക്കുന്നതാണ്. സംരംഭങ്ങൾക്ക് സർക്കാരിൽ നിന്ന് അനുമതി ലഭിക്കുന്നതാണ്. പൊതുവെ ഭാഗ്യപുഷ്ടിയുള്ള കാലമാണ്. പല വഴികളിലൂടെ ധനാഗമവും ഉണ്ടാകുന്നതാണ്. വിഘ്നങ്ങളെ മറികടന്ന് പ്രണയിക്കുന്നവർക്ക് ഒന്നിക്കാനാകുന്ന സമയമാണ്. തുലാക്കൂറുകാരായിട്ടുള്ളവർക്ക് 5-ലെ രാഹുസ്ഥിതി മൂലം മക്കളുടെ കാര്യത്തിൽ ചില ഉത്കണ്ഠകളൊക്കെ ഉണ്ടായേക്കാം. 6-ാം ഭാവത്തിലെ ശനി രോഗശാന്തിയും നൽകുന്നതാണ്. കന്നിക്കൂറുകാരായിട്ടുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് പ്രതിസന്ധികളിൽ പോരാടി മുന്നേറേണ്ടി വന്നേക്കാം. നിരുന്മേഷകത അനുഭവപ്പെട്ടേക്കാം. ചിലപ്പോൾ നിസ്സംഗതയും തോന്നാൻ ഇടയുണ്ട്. വീട് പുതുക്കാൻ സാധിച്ചേക്കില്ല. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളൊക്കെ വാങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. പ്രണയകാര്യത്തിൽ ഉദാസീനതയും ഉണ്ടാകാം. വിവാഹ സാഫല്യം നീണ്ടുപോകാൻ ഇടയുണ്ട്. ഇപ്പോൾ നമുക്ക് ചോതി നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് ചോതി നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെ പരിശോധിക്കാം. ചോതി നക്ഷത്രക്കാർക്ക് അന്ത്യശൂലമാണ്. അതുകൊണ്ട് തന്നെ ആയുധം, പക്ഷി, മൃഗ ആദികളാൽ ദേഹത്തിൽ മുറിവ്, രോഗം, ആപത്ത് ഇവയൊക്കെ ഉണ്ടാകാം. ചോതി നക്ഷത്രക്കാർക്ക് ദേവത ബ്രഹ്മാവാണ്. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമാണ്. ഇപ്പോൾ നമുക്ക് ചോതി നക്ഷത്രക്കാരായിട്ടുള്ളവരുടെ വരുന്ന ഒരു വിഷുവർഷക്കാലത്തെ സമ്പൂർണ്ണ ഫലത്തെ നോക്കാം. ചോതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സാമർഥ്യത്തിലും ക്രയവിക്രയങ്ങളിലും ശോഭിക്കുന്നവരും ദാനശീലരുമാണ്. അന്യദേശത്ത് താമസിക്കുന്നവരും ലളിത കലകളിലും ശില്പവിദ്യകളിലും മേൽനോട്ടം വഹിക്കുന്നവരും സ്വജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരുമാണ്. ഈ നാളിൽ ജനിച്ച സ്ത്രീകൾ പതിവ്രതയും സന്താനവതിയും വളരെ ധനികയും പതുക്കെ സഞ്ചരിക്കുന്നവരും കീർത്തിയും ബന്ധുഗുണവും ശത്രുക്കളെ ജയിക്കുന്നവരുമായിരിക്കും. വ്യാഴം ചാരവശാൽ 9-ലും 10-ലും, ശനി 6-ലും, രാഹു 5-ലും സഞ്ചരിക്കുന്ന ഈ വർഷം സുഖവും ധനലാഭവും കാര്യഗുണവും രോഗശാന്തിയും ശത്രുനാശവും സർവ്വ ആദരങ്ങൾക്കും വഴിയൊരുക്കുന്ന പ്രവർത്തികളിൽ ഇടപെടാനുള്ള അവസരങ്ങളും നൽകുന്നതാണ്. വിവാഹം, ഉദ്യോഗം, വിദ്യാഭ്യാസം എന്നിവയും ഫലമായിട്ട് പറയണം. ഏകദേശം 10 വയസ്സ് വരെയുള്ളവർക്ക് ആരോഗ്യ പരിപാലനം മെച്ചപ്പെടുകയും വിദ്യാകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയുകയും ചെയ്യും. ഭക്ഷണങ്ങൾ പഴകിയത് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. 9 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് ഈ വർഷം ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതാണ്. വിദ്യാഭ്യാസത്തിൽ നല്ല പുരോഗതി ലഭിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്കും ഈ വർഷം നല്ലതാണ്. 25 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ളവർക്ക് ജീവിത പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നതാണ്. എങ്കിലും ഈ വർഷം ശുഭഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ ജോലിയും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ്. 44 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ളവർക്ക് ഈ വർഷം കുട്ടികളുടെ വിവാഹം, പുതിയ വാഹനം
വീട് ഇവ മോടി പിടിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ പുതിയ വീട് നിർമ്മിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാക്കാം. 61 വയസ്സിന് ശേഷം 68 വയസ്സ് വരെയുള്ളവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള രോഗങ്ങളും ധനനഷ്ടവും ഉണ്ടാകാം. 68 വയസ്സിന് മുകളിലുള്ളവർക്ക് കുടുംബ സജ്ജനങ്ങളുമായി ബന്ധപ്പെട്ട് അഭിവൃദ്ധിയും നല്ല ഭക്ഷണവും നല്ല മംഗളകർമ്മങ്ങൾ നടത്താനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ്. വ്യാഴം 9-ലും 10-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ശനി 6-ാം ഭാവത്തിലാണ്. ഈ രണ്ട് മുഖ്യ ഗ്രഹങ്ങളും അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ ഭാഗ്യപുഷ്ടിയുള്ള കാലഘട്ടം തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതാണ്. തൊഴിലില്ലാത്തവർക്ക് അർഹതയ്ക്കനുസരിച്ച് ജോലി കിട്ടുന്നതാണ്. പഠന മികവ് ഉണ്ടാകുന്നതാണ്. കലാപരമായി വളർച്ചയുടെ കാലമായിരിക്കും. വ്യാപാരം തുടങ്ങാനും നിലവിലുള്ളതിന് പുതിയ ശാഖ ആരംഭിക്കാനും സാധിക്കുന്നതാണ്. സാമ്പത്തികമായി സ്വയം പര്യാപ്തതയിൽ എത്തിച്ചേരാൻ സാഹചര്യമുണ്ടാകും. സ്ഥാനമാനങ്ങൾ ആശിച്ചില്ലെങ്കിൽ പോലും കൈവരുന്നതാണ്. പ്രണയിക്കുന്നവർക്ക് വിവാഹ സാഫല്യവും ഉണ്ടാകുന്നതാണ്. വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മാറാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഗാർഹിക അന്തരീക്ഷം സമാധാനപൂർണവും പുതിയ വാഹനയോഗവും ഉണ്ട്. 5-ലെ രാഹുവിന്റെ സഞ്ചാരം ഗുണകരമല്ലാത്ത ശാഠ്യവും പിടിവാശികളും ഉണ്ടാകാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, മാറ്റുക. ഇപ്പോൾ നമുക്ക് വിശാഖ നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് വിശാഖ നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെ പരിശോധിക്കാം. വിശാഖ നക്ഷത്രക്കാർക്ക് അന്ത്യശൂലമാണ്. അതുകൊണ്ട് തന്നെ ആയുധം, പക്ഷി, മൃഗം ആദിയായിട്ടുള്ളവരാൽ ദേഹത്തിൽ മുറിവ്, ആപത്ത്, രോഗം ഇവയൊക്കെ ഉണ്ടാകാം. വിശാഖ നക്ഷത്രക്കാർക്ക് വിഷ്ണുവാണ് ദേവത. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണാദി പ്രസാദാദി ഗുണഫലങ്ങളാണ്. മുതിർന്ന ജനങ്ങളുടെയും ഗുരുജനങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ സ്നേഹ ബഹുമാനാദികൾ ലഭിക്കും. ഇപ്പോൾ നമുക്ക് വിശാഖ നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷുവർഷക്കാലത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ അനാവശ്യമായി ചെലവ് ചെയ്യാത്തവരും കലഹപ്രിയരും സ്തുതിക്കാനും നിന്ദിക്കാനും മടിയില്ലാത്തവരും വാക്സാമർഥ്യമുള്ളവരും പണനഷ്ടം ഉണ്ടാക്കുന്നതിനും സാഹചര്യമുള്ളവരാണ്. സ്ത്രീകൾ ഹൃദയംഗമായ രീതിയിൽ സംഭാഷണം ചെയ്യുന്നവരും സൗന്ദര്യവും വളരെയധികം ധനവുമുള്ളവരുമാകും. വ്രതാനുഷ്ഠാനങ്ങളിലും തീർത്ഥാടനങ്ങളിലും തൽപരരായിരിക്കും. ബന്ധുക്കളോട് സ്നേഹമുള്ളവരാണ് ഇവർ. വിശാഖ നക്ഷത്രക്കാർക്ക് വ്യാഴം ചാരവശാൽ 9-ലും 8-ലും സഞ്ചരിക്കുകയാണ്. ശനി 6-ലും 5-ലും സഞ്ചരിക്കുകയാണ്. ഈ വർഷം 8 വയസ്സുവരെ പ്രായമുള്ള വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിദ്യയ്ക്കും ആരോഗ്യത്തിനും വിഷമാവസ്ഥയ്ക്ക് ഇടയുണ്ടാകും. മറ്റുള്ളവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് എന്ന് പറയണം. തുലാം, വൃശ്ചികം രാശികളിലായിട്ട് വരുന്ന നക്ഷത്രമാണ് വിശാഖം. തുലാക്കൂറുകാർക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള സാഹചര്യം സംജാതമാകുന്നതാണ്. ഭാഗ്യപുഷ്ടിയും ഉണ്ടാകുന്നതാണ്. തൊഴിലിൽ മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. ബാങ്കിൽ നിന്നും വായ്പ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ചിട്ടി, നറുക്കെടുപ്പ്, ഇൻഷുറൻസ് എന്നിവയിൽ നിന്നും ധനവരവ് ഉണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അന്യദേശവാസമൊക്കെ ഉണ്ടാകാം. ഉന്നത വിദ്യാഭ്യാസത്തിന് അന്യദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. പ്രവാസികളുടെ തൊഴിൽ പ്രശ്നങ്ങൾ ഏകദേശം പരിഹൃതമാകുന്നതുമാണ്. 5-ാം ഭാവത്തിലെ രാഹു ചിലപ്പോൾ ആശയക്കുഴപ്പങ്ങളൊക്കെ സൃഷ്ടിച്ചേക്കാം. വേണമോ വേണ്ടയോ എന്നുള്ള ചിന്തയിൽ വലഞ്ഞു പോയേക്കാം. ഫ്ളാറ്റ്, വീട് എന്നിവ വാങ്ങാനുള്ള ശ്രമം നടത്തിയേക്കാം. നാട്ടിലെ വസ്തു വിൽക്കാനുള്ള സാഹചര്യങ്ങളിൽ തടസ്സം വരുന്നതാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വീട്ടിൽ സമാധാന അന്തരീക്ഷം അല്പം കുറയുന്നതാണ്. വാടക വീടൊക്കെ മാറാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. മക്കളുടെ ശാഠ്യശീലങ്ങളുമൊക്കെ മനസ്സിനെ വിഷമിപ്പിച്ചേക്കാം. ബന്ധുക്കളുമായി വിരോധം ഉണ്ടാകാം. സ്വാശ്രയ തൊഴിലിൽ ചില മുന്നേറ്റങ്ങൾ ഉണ്ടാകേണ്ടത് മെല്ലെയാകാം. അനുരാഗം മുട്ടിടാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. ഇപ്പോൾ നമുക്ക് അനിഴ നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് അനിഴ നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെ പരിശോധിക്കാം. അനിഴ നക്ഷത്രക്കാർക്ക് അന്ത്യഷട്കമാണ്. അതുമൂലം ജനനേതൃത്വം, മേലധികാരികളുടെ പ്രീതി, അധികാരപ്രാപ്തി, സുഖം ഇവയൊക്കെ ലഭിക്കാം. ദേവതയായി ശിവനാണ്. അതുകൊണ്ട് തന്നെ മനോദുഃഖവും കുടുംബസുഖഹാനിയും ഉണ്ടാകാം. ഇപ്പോൾ നമുക്ക് അനിഴ നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷുവർഷക്കാലത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. അനിഴ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സഞ്ചാരപ്രിയരും അന്യദേശവാസികളും എല്ലാ കാര്യത്തിലും സാമർഥ്യമുള്ളവരുമാണ്. വിശപ്പും ദാഹവും അധികമായി വരുന്നവരുമാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നല്ല ബന്ധുക്കളുള്ളവരും അഴകും പ്രതിബദ്ധതയും വിനീതമായ വേഷം, ആഭരണങ്ങൾ, ആഡംബര കാര്യങ്ങളിൽ എന്നിവയിൽ ഭ്രമം കുറവുള്ളവരുമായിരിക്കും. വ്യാഴം 8-ലും 9-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ശനി 5-ാം ഭാവത്തിലും രാഹു 4-ലും സഞ്ചരിക്കുന്ന ഈ വർഷം ബന്ധുക്കൾ, കുട്ടികൾ ഇവർ മൂലം ഭിന്നതയും പുതിയ ബന്ധങ്ങളും സൗഹൃദങ്ങളും, ചില ബന്ധങ്ങൾ അപകടകരമാവുകയും ശ്രദ്ധക്കുറവ് വരികയും ഒക്കെ ഉണ്ടാകാം. വർഷത്തിന്റെ ആദ്യ
ജീവിതകാലം കഴിയുമ്പോൾ നേട്ടങ്ങളും മനസമാധാനവും ലഭിക്കുന്നതാണ്. ഏകദേശം 9 വയസ്സുവരെയുള്ള കുട്ടികളായിട്ടുള്ള അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ബാലാരിഷ്ടതയും ഓട്ടം ചാട്ടവും എന്നിവയെ മൂലം മുറിവ്, ചതവ് എന്നിവയും വരാതെ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. 9 മുതൽ 25 വയസ്സുവരെയുള്ളവർക്ക് പഠിത്തത്തിൽ മന്ദതയും ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രതിബന്ധവും ചീത്തക്കൂട്ടുകളിൽ പെടാതെ സൂക്ഷിക്കേണ്ടതുമായിട്ടുള്ള കാലമാണ്. 25 വയസ്സ് മുതൽ 32 വയസ്സുവരെയുള്ള അനിഴ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിപരീത ഫലങ്ങൾ ഉണ്ടാകാം. പരിഹാരമായി ഗണപതി ഭജനവും മൃത്യുഞ്ജയ മന്ത്രജപവും ചെയ്തു കൊള്ളേണ്ടതാണ്. 32 വയസ്സു മുതൽ 52 വയസ്സുവരെയുള്ളവരെ സംബന്ധിച്ച് പ്രതിബന്ധങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരം ലഭിക്കുന്നതാണ്. വിചാരിച്ച കാര്യങ്ങൾക്കൊക്കെ അനുകൂല അനുഭവങ്ങൾ ഉണ്ടാകാം. 58 വയസ്സ് മുതൽ 68 വയസ്സുവരെയുള്ളവർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നതാണ്. സന്താനങ്ങളെ സംബന്ധിച്ച് ശുഭകാര്യങ്ങൾ കൊണ്ട് സദ്ഫലങ്ങൾ ലഭിക്കുന്നതാണ്. 68 വയസ്സു മുതലുള്ളവർക്ക് ഈ വർഷം ദുരിതഫലങ്ങളിൽ നിന്ന് നല്ലൊരു പരിധിവരെ മോചനം ലഭിക്കുന്നതാണ്. ആരോഗ്യകാര്യങ്ങൾ യഥാസമയം ചികിത്സിച്ച് ഭേദമാക്കാൻ പരിശ്രമിക്കുക എന്ന് മാത്രം. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 8-ാം ഇടത്തിലും 9-ാം ഇടത്തിലുമായിട്ടാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 4-ൽ രാഹുവും 5-ൽ ശനിയും വർഷം മുഴുവനും ഉണ്ട്. അതിനാൽ ഗുണം കുറഞ്ഞും ദോഷം അല്പം കൂടുതലായിട്ടും അനുഭവപ്പെടുന്ന വർഷമാണ്. അനായാസമായി നേടേണ്ടവ പ്രയത്നത്തിലൂടെ മാത്രമായിരിക്കും കരഗതമാവുക. കടം വാങ്ങി ബിസിനസ്സിൽ നിക്ഷേപിക്കുന്നത് പ്രയോജനപ്പെടില്ല. അന്യനാട്ടിൽ പഠനം, തൊഴിൽ എന്നിവയ്ക്ക് അവസരം സംജാതമാകുന്നതാണ്. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകാതെ സ്വപ്നത്തിൽ ജീവിക്കുന്നതാണ്. വിശ്വസ്തരെന്ന് കരുതിയവർ ഉപജാപം നടത്തുന്നതിന് നേതൃത്വം വഹിക്കാം. പ്രാധാന്യമുള്ള രേഖകൾ, പ്രമാണങ്ങൾ തുടങ്ങിയവ നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. വീട് നിർമ്മാണത്തിന് പണം കണ്ടെത്താൻ വിഷമിക്കുന്നതാണ്. വാഹനം ഉപയോഗിക്കുന്നതിൽ ജാഗ്രത കുറയരുത്. അർഹതയുള്ള വിവാഹബന്ധം ലഭിക്കാനായി അന്വേഷണം തുടരേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം അനിവാര്യവുമാണ്. ഇപ്പോൾ നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെ പരിശോധിക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അന്ത്യഷട്കമാണ്. ജനനേതൃത്വം, മേലധികാരികളുടെ പ്രീതി, അധികാരപ്രാപ്തി, സുഖം ഇവയൊക്കെ ലഭിക്കാം. ദേവതയായി ബ്രഹ്മാവാണ്. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ലഭിക്കുക. ഇപ്പോൾ നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷുവർഷക്കാലത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സ്വല്പം വളഞ്ഞ വഴിയിൽ ചിന്തിക്കുന്നവരും ബുദ്ധിയും വിവേകവും ഉള്ളവരും കോപശീലരുമായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ സൗന്ദര്യവും പ്രാഗൽഭ്യതയും ഉള്ളവരും ഇഷ്ടം തോന്നുന്ന രീതിയിൽ സമർത്ഥമായി സംസാരിക്കുന്നവരും സമ്പത്തുള്ളവരുമായിരിക്കും. രാഹു 4-ാം ഭാവത്തിലും വ്യാഴം 8-ലും 9-ലും ശനി 5-ലും ചാരവശാൽ സഞ്ചരിക്കുന്ന കാലമാണ്. ജനങ്ങളുമായി കലഹം, ദാമ്പത്യ വിരഹം, കാര്യനഷ്ടം, രോഗം, ക്ലേശം എന്നിവ ഫലമുണ്ടാകാം. 9 വയസ്സുവരെയുള്ള കുട്ടികളെ സംബന്ധിച്ച് ആരോഗ്യപരമായും മറ്റുമുണ്ടാകുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുന്നതാണ്. പകർച്ചപ്പനി പോലെയുള്ള രോഗങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. 9 വയസ്സു മുതൽ 16 വയസ്സുവരെയുള്ളവർക്ക് രോഗക്ലേശങ്ങൾ ഉണ്ടാകാം. പഠനകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റിയെന്നു വരില്ല. കൂട്ടുകെട്ടുകൾ അപകടമാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ലഹരി ഉപയോഗിക്കുന്നവരിൽ നിന്ന് അകന്നു നിൽക്കാൻ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. 16 വയസ്സു മുതൽ 36 വയസ്സുവരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രതിബന്ധവും മറ്റും ഉണ്ടാകാം. പരിശ്രമം കൊണ്ട് അത് മാറിക്കിട്ടുന്നതുമാണ്. 36 വയസ്സു മുതൽ 42 വയസ്സുവരെയുള്ളവരെ സംബന്ധിച്ച് അകാരണമായിട്ടുള്ള അലച്ചിലും കാര്യവിഘ്നവും വന്നു ചേരാം. 42 വയസ്സു മുതൽ 52 വയസ്സുവരെയുള്ളവരെ സംബന്ധിച്ച് സമാധാനവും ആശ്വാസവും പ്രതീക്ഷിക്കാവുന്ന വർഷമാണ്. 52 വയസ്സു മുതൽ 39 വയസ്സുവരെയുള്ളവർക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഫലം. 59 വയസ്സിന് ശേഷമുള്ള തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം കഠിനതകൾ നിറഞ്ഞ പരീക്ഷണങ്ങൾ തനിക്കോ കുടുംബത്തിലോ ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. വ്യാഴം അഷ്ടമ നവമ ഭാവങ്ങളിലായിട്ടാണ് സഞ്ചരിക്കുന്നത്. കണ്ടകശനി ദോഷമില്ല. 4-ാം ഇടത്ത് രാഹു സഞ്ചരിക്കുന്നുണ്ട്. ഭാഗ്യാനുഭവങ്ങൾ ചിലപ്പോൾ മറഞ്ഞും ഇടയ്ക്ക് തെളിഞ്ഞും വന്നേക്കാം. വെല്ലുവിളികൾ നിറഞ്ഞ ചുമതലകൾ ധൈര്യപൂർവ്വം ഏറ്റെടുക്കുന്നതാണ്. അന്യനാട്ടിൽ പഠിപ്പിനനുസരിച്ചുള്ള ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. വൈകിയാണെങ്കിലും കഴിവുകൾ മറ്റുള്ളവർ മനസ്സിലാക്കുന്നതാണ്. കുടുംബത്തിൽ നിന്നും സ്വീകാര്യത കൈവരുന്നതാണ്. സ്വന്തമായി കമ്പനി, സ്ഥാപനം എന്നിവ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അവസരങ്ങൾ ലഭിക്കുന്നതാണ്. 4-ാം ഇടത്തിൽ രാഹു സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനഃശക്തി ചിലപ്പോൾ ക്ഷീണിക്കാം. വീട് വാങ്ങുക, വീട് നിർമ്മിക്കുക എന്നിവയിൽ തടസ്സങ്ങൾ വരാവുന്നതാണ്. വാഹനത്തിന്റെ കാര്യത്തിലും ഇതുതന്നെയാകും ഒട്ടൊക്കെ അനുഭവം. മക്കളുടെ പ്രവർത്തനങ്ങൾ ദുരൂഹമായി തോന്നാം. തന്മൂലം അല്പം വിഷമങ്ങളും ഉണ്ടാകാം. അനുരാഗ കാര്യങ്ങൾക്കിടയിൽ കൂടുതൽ ഹൃദയ ഐക്യം വരുന്നതാണ്. വിവാഹ തീരുമാനം നീളുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം.
മേടം, കർക്കിടകം, ചിങ്ങം, കന്നി, ധനു, മകരം എന്നീ മാസങ്ങൾ കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്നതാണ്. ഇപ്പോൾ നമുക്ക് മൂലം നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് മൂലം നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെ നോക്കാം. മൂലം നക്ഷത്രക്കാർക്ക് അന്ത്യഷട്കമാണ്. ജനനേതൃത്വം, മേലധികാരികളുടെ പ്രീതി, അധികാരപ്രാപ്തി, സുഖം ഇവയൊക്കെ ലഭിക്കുന്നതാണ്. മൂലം നക്ഷത്രക്കാർക്ക് മഹാവിഷ്ണുവാണ് ദേവത. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണാദി പ്രസാദാദി ഗുണഫലങ്ങളാണ്. മുതിർന്ന ജനങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ഗുരുജനങ്ങളുടെയും ഒക്കെ സ്നേഹ ബഹുമാനാദികൾ ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് മൂലം നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷുവർഷക്കാലത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. മൂലം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ വലിയ ധനവും ബഹുമാന്യ സ്ഥാനവും ഉള്ളവരും എവിടെയും ഒരു നേതൃത്വ സ്വഭാവമുള്ളവരുമാണ്. സ്ഥിരമായ സൗഖ്യവും ഐശ്വര്യവും ഉള്ളവരും സ്വാതന്ത്ര്യശീലരും. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ അല്പസുഖത്തോടു കൂടിയവരും രോഗങ്ങളാൽ ക്ലേശിക്കുന്നവരുമാണ്. ദാമ്പത്യ ജീവിതത്തിൽ വിഷമിക്കുകയും ബന്ധുഗുണം കുറഞ്ഞും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുമാകാം. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം വ്യാഴം 7ഉം 8ഉം ഭാവങ്ങളിലായിട്ടാണ് സഞ്ചരിക്കുക. ശനി 4ലും രാഹു 3ആം ഭാവത്തിലും സഞ്ചരിക്കുന്നതിനാൽ കുടുംബപരമായി സാമ്പത്തിക ആവശ്യങ്ങൾ വർദ്ധിക്കുകയും വ്യാപാര വ്യവസായ മേഖലകളിൽ ക്രമാതീതമായിട്ടുള്ള ഉയർച്ചയും വർഷാവസാനം വിപരീത ഫലങ്ങളും കാണപ്പെട്ടേക്കാം. 3-4 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം 23 വയസ്സുവരെയുള്ളവരെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസത്തിലുള്ള മന്ദതയൊക്കെ നീങ്ങിക്കിട്ടുന്നതാണ്. 23 വയസ്സ് മുതൽ 26 വയസ്സുവരെയുള്ളവർക്ക് അലച്ചിലും എന്നാൽ കാര്യപ്രാപ്തിയും ലഭിക്കുന്നതാണ്. 29 മുതൽ 39 വയസ്സ് വരെയുള്ളവരെ സംബന്ധിച്ച് ഈ വർഷം സമാധാനവും സന്തോഷവും നിറഞ്ഞ വർഷമായിരിക്കും. 39 വയസ്സ് മുതൽ 46 വയസ്സ് വരെയുള്ളവരെ സംബന്ധിച്ച് ധൈര്യസമേതം പല കാര്യങ്ങളിലും ഇടപെട്ട് വിജയിക്കാൻ കഴിയുന്നതാണ്. 46 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ളവരെ സംബന്ധിച്ച് ഈ വർഷം ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. 64-ന് മുകളിലുള്ളവരെ സംബന്ധിച്ച് കുടുംബ സൗഖ്യവും സുഖവും കുടുംബത്തിൽ വന്നു ചേരുന്നതാണ്. മൂലം നക്ഷത്രക്കാർക്ക് വ്യാഴം 7ലും 8ലും ആയിട്ടാണ് സഞ്ചരിക്കുക എന്ന് പറഞ്ഞു. ശനി 4ലും രാഹു 3ലും സ്ഥിതി ചെയ്യുകയാൽ ഈ വർഷം പലതരം നേട്ടങ്ങൾ വന്നെത്തുന്നതാണ്. പ്രവർത്തന മേഖല വിപുലീകരിക്കാൻ സാധിക്കുന്നതാണ്. പൊതുരംഗത്ത് സക്രിയമാകാനും ആദരം നേടാനും അവസരം ലഭിക്കുന്നതാണ്. തൊഴിൽ തേടുന്നവർക്ക് നാട്ടിലും വിദേശത്തും അവസരങ്ങൾ സംജാതമാകുന്നതാണ്. ഭൂമിയിൽ നിന്നും കൃഷി, വാടക ഇത്യാദി കാര്യങ്ങളിലൂടെയൊക്കെ ആദായങ്ങൾ ഉണ്ടാകുന്നതാണ്. കൂട്ടു ബിസിനസ്സുകളിൽ വിജയിക്കാൻ സാധിക്കുന്നതാണ്. ഉപജാതം, ദുഷ്പ്രേരണകൾ എന്നിവ തുഷ്ടീകരിച്ചുകൊണ്ട് മുന്നേറേണ്ടതായിട്ടുണ്ട്. പുതിയ വീട് വെക്കാൻ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. 4ലെ കണ്ടകശനി കാലതാമസം സൃഷ്ടിക്കുന്നതാണ്. പഴയ വാഹനങ്ങളൊക്കെ വാങ്ങാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരാം. പ്രണയാനുഭവം ജീവിതത്തെ മാറ്റിമറിച്ചേക്കാം. അവിവാഹിതരായിട്ടുള്ളവർക്ക് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാൻ 7ആം ഭാവത്തിലെ വ്യാഴം വഴിയൊരുക്കിയേക്കാം. 3ആം ഭാവത്തിലെ രാഹു കടബാധ്യതകൾ പരിഹരിക്കാനുള്ള സാഹചര്യങ്ങളും രൂപപ്പെടുത്തുന്നതാണ്. മേടം, ഇടവം, ചിങ്ങം, കന്നി, തുലാം, കുംഭം എന്നീ മാസങ്ങൾ മേന്മ വർദ്ധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് പൂരാട നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് പൂരാട നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെ നോക്കാം. പൂരാട നക്ഷത്രക്കാർക്ക് അന്ത്യഷട്കമാണ്. അതുകൊണ്ട് തന്നെ ജനനേതൃത്വം, മേലധികാരികളുടെ പ്രീതി, അധികാരപ്രാപ്തി, സുഖം ഇവയൊക്കെ ലഭിക്കുന്നതാണ്. ദേവതയായി ശിവനാണ്. അതുകൊണ്ട് തന്നെ മനോദുഃഖവും കുടുംബസുഖഹാനിയും ഫലമായി പറയണം. ഇപ്പോൾ നമുക്ക് പൂരാട നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷുവർഷക്കാലത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. പൂരാട നക്ഷത്രത്തിൽ ജനിക്കുന്നവർ നല്ല ബന്ധുക്കളോട് കൂടിയവരും ബുദ്ധിസാമർഥ്യവും ഉള്ളവരായിരിക്കും. നല്ല ഭാര്യയോട് കൂടിയവരും ഗർവിഷ്ഠരായിട്ടും ഭവിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഭർത്താവിന് അനുകൂലമായിട്ടും കുടുംബജനങ്ങളിൽ മുഖ്യതയായിട്ടും ശ്രേഷ്ഠകർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരുമായിരിക്കും. കൂടാതെ വിശാലമായിട്ടുള്ള കണ്ണുകളും ആകർഷകമായിട്ടുള്ള ശരീരവും കീർത്തിയും ഉള്ളവരായിരിക്കും. വ്യാഴം 7-8 ഭാവങ്ങളിലും ശനി 4ആം ഭാവത്തിലും രാഹു 3ആം ഭാവത്തിലും ചാരവശാൽ സഞ്ചരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങളിൽ ഇടപെടുകയും എല്ലായിടത്തും വിജയവും ഉന്നതമായിട്ടുള്ള സ്ഥാനപ്രാപ്തിയും കുടുംബത്തിൽ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ്. 10 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പൊതുവെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും അതിനുശേഷം 16 വയസ്സുവരെയുള്ളവരെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധയോടെ പോകുന്നതിനും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യങ്ങൾക്കും പറ്റിയ സമയമാണ്. 16 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളവരെ സംബന്ധിച്ച് ഈ വർഷം പൊതുവെ നേട്ടങ്ങളുടെ കാലഘട്ടമാണ്. 26 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ളവരെ സംബന്ധിച്ച് ഈ വർഷം സ്വപരിശ്രമത്താൽ വിജയം നേടാൻ കഴിയുന്നതാണ്. വിവാഹം, ഉദ്യോഗം എന്നിവ ലഭിക്കുന്നതാണ്.
33 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ളവരെ സംബന്ധിച്ച് ക്ലേശകരമായിട്ടുള്ള സാഹചര്യങ്ങളെ വിജയകരമായി തരണം ചെയ്യാൻ പറ്റുന്നതാണ്. 56 വയസ്സിന് മുകളിൽ 72 വയസ്സ് വരെയുള്ളവരെ സംബന്ധിച്ച് സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ സ്ഥാനമാനങ്ങളും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകുന്നതാണ്. 72 വയസ്സിന് മുകളിലുള്ളവർ ആരോഗ്യപരമായി ജാഗ്രത പാലിക്കേണ്ടതാണ്. ശാന്തമായിട്ടുള്ള സ്വഭാവം ശീലിച്ച് സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുമാണ്. പുരട നക്ഷത്രക്കാരുടെ ഗ്രഹനില പൊതുവെ അനുകൂലമായിട്ടുള്ള വർഷമാണ്. ജീവിതത്തിൽ മുന്നേറാൻ അവസരങ്ങൾ ഒരുങ്ങുന്നതാണ്. എന്നാൽ കണ്ടകശനിക്കാലം ആകയാൽ തടസ്സങ്ങളെ അതിജീവിക്കേണ്ടി വന്നേക്കാം. ജോലി തേടുന്നവർക്ക് കഴിവിനൊത്ത ഉപജീവന മാർഗം തെളിയുന്നതാണ്. സ്വന്തം ബിസിനസ്സിൽ വിപുലീകരണം സാധ്യമാകുന്നതാണ്. ആവശ്യമായിട്ടുള്ള ബാങ്ക് വായ്പകൾ ലഭിക്കുന്നതാണ്. പുതിയ വീട് നിർമ്മിക്കാൻ തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മനം എടുക്കാം. അതിനാൽ തുടർ പരിശ്രമങ്ങൾ ആവശ്യമാണ്. വാഹനം ഉപയോഗിക്കുന്നവർ കൂടുതൽ ജാഗ്രത കാട്ടേണ്ടതായിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾ ആവർത്തിക്കുന്നതാണ്. രോഗക്ലേശിതർക്ക് പുനർചികിത്സയിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുന്നതാണ്. 7-ലെ വ്യാഴം അനുരാഗഭാവങ്ങളെ പുഷ്കലമാക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. ഗാർഹിക ജീവിതത്തിൽ സംതൃപ്തിയും പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശ യാത്രയ്ക്കുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഉത്രാട നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് ഉത്രാട നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെ പരിശോധിക്കാം. ഉത്രാട നക്ഷത്രക്കാർക്ക് അന്ത്യഷഡ്കമാണ്. ജനനേതൃത്വം, മേലധികാരികളുടെ പ്രീതി, അധികാരപ്രാപ്തി, സുഖം ഇവയൊക്കെയാണ് ഫലം. ദേവതയായി ഉത്രാട നക്ഷത്രക്കാർക്ക് ബ്രഹ്മാവാണ്. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ്. ഇപ്പോൾ നമുക്ക് ഉത്രാട നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷു വർഷക്കാലത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. ഉത്രാട നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് നല്ല ബന്ധുജനങ്ങളുള്ളവരും ജീവിതത്തിലെ ആദ്യകാലങ്ങൾ ക്ലേശങ്ങളും ഉള്ളവരാകാം. സഞ്ചാരപ്രിയരും അന്യദേശത്ത് താമസിക്കുന്നവരും സൗന്ദര്യവും സദാചാരവും ഉള്ളവരാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ച് മനോരഞ്ജകമാകുന്ന വിധം രൂപഗുണയുക്തയായിട്ടുള്ളവരാണ്. വിനയശീലവും ലോകപ്രസിദ്ധയും സമ്പത്തും ഭർത്താവിൽ പ്രീതിയും സന്തുഷ്ടയും ആയിരിക്കും. ഉത്രാട നക്ഷത്രക്കാർക്ക് വ്യാഴം 6, 7, 8 ഭാവങ്ങളിലായിട്ടാണ് സഞ്ചരിക്കുന്നത്. ശനി 3, 4 ഭാവങ്ങളിലായിട്ടും രാഹു 2, 3 ഭാവങ്ങളിലായിട്ടും ചാരവശാൽ സഞ്ചരിക്കുന്നതിനാൽ സ്ഥാനഭ്രംശം, ദ്രവ്യനാശം, പുത്രലാഭം, ഏർപ്പെടുന്ന കാര്യാദികളിൽ സർവാവിഷ്ടത എന്നിവയും ആരോഗ്യസ്ഥിതിക്ക് സാരമായിട്ടുള്ള പ്രശ്നങ്ങളും ആവശ്യമില്ലാത്ത സഞ്ചാരങ്ങളും ധനനാശവും ഉണ്ടാകാം. 3 വയസ്സുവരെയുള്ള ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് രോഗ ഉപദ്രവങ്ങൾ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. 3 മുതൽ 13 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അച്ഛനമ്മമാരുടെ സ്നേഹലാളനകൾ ലഭിക്കാനും സന്തോഷത്തോടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ അഭ്യസിക്കാനും സാഹചര്യമുണ്ട്. 13 വയസ്സ് മുതൽ 20 വയസ്സുവരെയുള്ളവർക്ക് ധൈര്യസമേതം വിദ്യയിൽ ശോഭിക്കാനും വിദ്യ നേടുന്നതിന് ഏതറ്റം വരെ പോകുന്നതിനും ഇടയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. 20 വയസ്സ് മുതൽ 38 വയസ്സുവരെയുള്ളവർക്ക് ഈ വർഷം ഉന്നത പഠനം സംബന്ധിച്ച് ബാങ്കുകളിൽ നിന്നും പണം എടുക്കുന്നതിനും പടിപടിയായി കാര്യങ്ങൾക്ക് അടിത്തറ പാകുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ജോലി, സമ്പാദ്യം എന്നിവ നേടാൻ സാധിക്കുന്നതാണ്. 38 വയസ്സ് മുതൽ 54 വയസ്സുവരെ പ്രായമുള്ളവരെ സംബന്ധിച്ച് ഈ വർഷം വാഹനം, വീട് എന്നിവ സ്വന്തമായി വാങ്ങാനും സാമൂഹ്യ പ്രവർത്തികളിൽ ഏർപ്പെടാനും സാഹചര്യങ്ങളുണ്ട്. 54 മുതൽ 73 വയസ്സുവരെയുള്ളവരെ സംബന്ധിച്ച് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമാണ്. 73 വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ വർഷം കുടുംബത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ഉത്രാട നക്ഷത്രം മകരക്കൂറിലും ധനുക്കൂറിലുമായിട്ട് വരുന്ന നക്ഷത്രമാണ്. പൊതുവെ പറഞ്ഞാൽ വ്യാഴത്തിന്റെ ആനുകൂല്യമുള്ളതിനാൽ ഉത്രാട നക്ഷത്രം 1-ാം പാദത്തിൽ, അതായത് ധനുക്കൂറിൽ ജനിച്ചവർക്ക് ഈ വർഷം അഭീഷ്ട കാര്യങ്ങൾ നിറവേറ്റപ്പെടുന്നതാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. രാഷ്ട്രീയത്തിലൂടെ അധികാരലബ്ധി ഉണ്ടാകുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ലാഭം ഉയരുന്നതാണ്. കാലത്തിന്റെ മാറ്റം തിരിച്ചറിഞ്ഞ് സ്വയം മാറാനുള്ള മനസ്സുണ്ടാകുന്നതാണ്. കണ്ടകശനി കാലമാണ്. അതുകൊണ്ട് തന്നെ ചില തടസ്സങ്ങൾ ലക്ഷ്യത്തെ പിന്നോട്ട് വലിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അക്കാര്യം എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാകണം. മകരക്കൂറുകാരെ സംബന്ധിച്ച് അധ്വാന ഭാരം കൂടാം. സംരംഭങ്ങൾ സമാരംഭിക്കാൻ പലതരം കടമ്പകൾ കടക്കേണ്ടി വന്നേക്കാം. വീട് നിർമ്മാണം, വീടിന് ജീർണോദ്ധാരണം എന്നിവ സാധ്യമാകുന്നതാണ്. 3-ാം ഭാവത്തിലെ ശനി മെല്ലെയാണെങ്കിലും സ്ഥിര വളർച്ചയ്ക്ക് വഴി തുറന്നു തരുന്നതാണ്.
പ്രണയിക്കുന്നവർക്ക് വിഘ്നങ്ങളെ നേരിടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വേർപിരിയലുകൾ വിഷമം ഉണ്ടാക്കുന്നതാണ്. വരുമാനമാർഗം ഉയരുമെങ്കിലും നിക്ഷേപ സമാഹരണം സാധ്യമായേക്കില്ല. ഇപ്പോൾ നമുക്ക് തിരുവോണ നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് തിരുവോണ നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെ നോക്കാം. തിരുവോണ നക്ഷത്രക്കാർക്ക് അന്ത്യഷട്കമാണ്. ജനനേതൃത്വം, മേലധികാരികളുടെ പ്രീതി, അധികാരപ്രാപ്തി, സുഖം ഇവയാണ് ഫലം പറയേണ്ടത്. ദേവതയായി മഹാവിഷ്ണുവാണ്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണരുടെയും ഗുരുജനങ്ങളുടെയും മുതിർന്ന അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ സ്നേഹ ബഹുമാനാദി ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് തിരുവോണ നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷുവർഷക്കാലത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർ സ്വപ്രയത്നം കൊണ്ട് ഉപജീവന മാർഗം കണ്ടെത്തുന്നവരും മാറി താമസിക്കുന്നവരും ധനവാന്മാരാകുന്നവരുമാണ്. നല്ല ദാമ്പത്യ ജീവിതം അനുഭവിക്കുന്നവരും സത്യം പറയുന്നവരുമായും ഭവിക്കും. ഈശ്വര ഭക്തരായിട്ടും ബന്ധുക്കൾ കുറഞ്ഞുള്ളവരായിട്ടും തിരുവോണ നക്ഷത്രക്കാർ വന്നേക്കാം. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ പാണ്ഡിത്യവും രൂപഗുണവും കൊണ്ട് ശോഭിക്കുന്നതാണ്. ശാസ്ത്രകാര്യങ്ങളിൽ താല്പര്യവും ദാനം ചെയ്യുന്നതിൽ ഉത്സുകതയും സത്യസന്ധതയും പരോപകാരിയുമായിരിക്കും. 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സന്തോഷകരമായിട്ടുള്ള പരിചരണവും ശ്രദ്ധയും ലഭിക്കുന്നതാണ്. 5 വയസ്സിന് മുകളിൽ 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സാഹസ പ്രവർത്തികളിൽ കൂടി ദേഹദണ്ഡങ്ങൾ വരാതെ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുക. 12 വയസ്സിന് മുകളിൽ 30 വയസ്സുവരെയുള്ളവർക്ക് ആരോഗ്യ വിഷയങ്ങൾ ഈ വർഷം ശ്രദ്ധിക്കേണ്ടതാണ്. പഠന നിലവാരം ഉയരുന്നതിനും ഉയർന്ന വിദ്യാഭ്യാസവും ഉദ്യോഗവും നേടുന്നതിനും നല്ല കുടുംബത്തിൽ നിന്ന് വിവാഹബന്ധം ഉണ്ടാകുന്നതിനും സാഹചര്യങ്ങൾ ഉണ്ടാകാം. 30 വയസ്സിന് മുകളിൽ 46 വയസ്സുവരെയുള്ളവർക്ക് വിവാഹം നടക്കാത്തവർക്ക് വിവാഹവും ധനം, ഐശ്വര്യം, ഭാഗ്യം, ഭൂമി, വാഹനം എന്നിവയും ഉണ്ടാകുന്നതാണ്. 46 വയസ്സു മുതൽ 65 വയസ്സുവരെയുള്ളവർക്ക് ഈ വർഷം ഉദ്യോഗത്തിലും സമൂഹ മധ്യത്തിലും സ്ഥാനമാനങ്ങളും ജനിച്ച നാട്ടിൽ പ്രസിദ്ധിയും ഉണ്ടാകുന്നതാണ്. 65 വയസ്സിന് മുകളിലുള്ളവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും സമാധാനവും ഉണ്ടാകുന്നതാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് വ്യാഴം പൂർണ്ണമായും അനുകൂല ഭാവത്തിലല്ല. കരുതിയ പല കാര്യങ്ങളിലും ആസൂത്രണം ചെയ്തവയും സാക്ഷാത്കരിക്കാൻ ചില വിഘ്നങ്ങൾ ഉണ്ടായേക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ പ്രതീക്ഷിച്ച പദവി ആകണമെന്നില്ല. അല്ലെങ്കിൽ അന്യനാട്ടിലായേക്കാം. സ്വന്തം വ്യാപാരത്തിൽ പുരോഗതിക്ക് വേഗമില്ലാത്തത് മനസ്സിന് വിഷമം ഉണ്ടാക്കിയേക്കാം. കാരണങ്ങളൊന്നും തന്നെ തെളിഞ്ഞു വരണമെന്നും ഇല്ല. തൊഴിലാളികളുടെയും സഹപ്രവർത്തകരുടെയും സഹകരണം തുലവും കുറവായിരിക്കും. മത്സരങ്ങൾ കഠിനമാകുന്നതുമാണ്. നിഷ്പ്രയാസത ഒരിടത്തും ഒന്നിലും ഉണ്ടാകണമെന്നില്ല. നിരന്തര പ്രയത്നങ്ങളും ഇച്ഛാശക്തിയും വിജയകിരീടം ചൂടുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ്. വയോജനങ്ങളുടെ പിന്തുണ ലഭിക്കുന്നതാണ്. ആരോഗ്യപരമായി തരക്കേടില്ലാത്ത സന്ദർഭമാണ്. 2-ലെ രാഹു പഠനത്തിൽ ശൈഥില്യം വരുത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. കുടുംബജീവിതത്തിൽ സംതൃപ്തിയും ശരാശരിയായിരിക്കും. പ്രണയിക്കുന്നവർ പിണങ്ങിയും ഇണങ്ങിയും കഴിയുന്നതാണ്. ഫ്ലാറ്റ് വാങ്ങാനുള്ള പരിശ്രമം തുടരേണ്ടി വരുന്നതാണ്. ഇപ്പോൾ നമുക്ക് അവിട്ടം നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് അവിട്ടം നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെ നോക്കാം. അവിട്ടം നക്ഷത്രക്കാർക്ക് ആദിശൂലമാണ്. അതുകൊണ്ട് തന്നെ ധനനഷ്ടം, രോഗാപത്തുകൾ, വ്യയം ഇവയൊക്കെയാണ് ഫലമായി പറയേണ്ടത്. ശിവഭഗവാനാണ്. അതുകൊണ്ട് തന്നെ മനോദുഃഖവും കുടുംബ സുഖഹാനിയും ഉണ്ടാകാം. ഇപ്പോൾ നമുക്ക് അവിട്ടം നക്ഷത്രക്കാരുടെ ഈ വിഷു വർഷത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സത്യവാദികളും വലിയ ലുബ്ധും ആരോടും നിർബന്ധമായി പെരുമാറുന്നവരും അന്യദേശവാസിയും ആയിരിക്കും. കൂടാതെ സമ്പത്തും ഈശ്വരഭക്തിയും സംഗീത താല്പര്യവും ജീവിതകാലം മുഴുവൻ ഐശ്വര്യത്തിന് കുറവില്ലാത്തവരുമായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വിശിഷ്ട വസ്ത്ര ആഭരണങ്ങൾ ഉള്ളവരും പല വിധത്തിലുള്ള സമ്പത്തുകളെ ദാനം ചെയ്യുന്നവരുമായിരിക്കും. കൂടാതെ ദയാശീലയും വിശിഷ്ട ഗുണങ്ങൾ ഉള്ളവരുമായിരിക്കും. സൽഗുണങ്ങൾ ഉള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കുകയും കഥകൾ കേൾക്കുന്നതിൽ താല്പര്യവും ഭക്ഷണ സുഖവും ഫലമാണ്. ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം 6ഉം 7ഉം ഭാവത്തിലും ശനി 3-ാം ഭാവത്തിലും രാഹു 2-ാം ഭാവത്തിലും ചാരവശാൽ സഞ്ചരിക്കുന്നതാകയാൽ ഈ വർഷം ദ്രവ്യനാശം, സ്ഥാനഭ്രംശം, വിട്ടുവീഴ്ച മനോഭാവം, ദാമ്പത്യ ജീവിതത്തിന് ആനുകൂല്യം എന്നിവയുണ്ടാകാം. ദുരാചാരങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള വിവേകവും തൊഴിൽ സംബന്ധിച്ച ദൂരയാത്രയും പ്രവർത്തികൾക്ക് അനുസരിച്ച് വരുമാനം ലഭിക്കാതെ വരികയും കൊടുത്ത മുതൽ സമയത്ത് തിരിച്ചു കിട്ടാതെ വരികയും ഒക്കെ ചെയ്തേക്കാം.
3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് രോഗക്ലേശങ്ങൾ, കഷ്ടതകൾ എന്നിവ നേരിടേണ്ടതായി വന്നേക്കാം. കുട്ടികളിൽ രക്ഷകർത്താക്കൾ നല്ല ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ്. 3 വയസ്സ് മുതൽ 21 വയസ്സുവരെയുള്ളവരെ സംബന്ധിച്ച് ഈ വർഷം രോഗങ്ങളും മലിന ഭക്ഷണങ്ങളിൽ നിന്ന് അലർജികളും വിദ്യാകാര്യങ്ങളിൽ മന്ദതയും അലസതയും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് നേട്ടങ്ങളും ഉണ്ടാകാം. 21 വയസ്സ് മുതൽ 37 വയസ്സുവരെയുള്ളവർക്ക് സർവാത്മന പലവിധ ഭാഗ്യങ്ങളും പഠനം, ജോലി, വിജയം തുടങ്ങിയവ അനുഭവങ്ങളും ഉണ്ടാകും. 37 വയസ്സ് മുതൽ 56 വയസ്സുവരെയുള്ളവർക്ക് ഈ വർഷം സ്ഥാനമാനങ്ങളും ഉയർച്ചകളും കുടുംബത്ത് സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ്. 56 വയസ്സ് മുതൽ 73 വയസ്സ് വരെയുള്ളവർക്ക് മനസ്സിന് സന്തോഷമുള്ള പലവിധ കാര്യങ്ങളും അനുഭവത്തിൽ വരും. 73 വയസ്സിന് ശേഷമുള്ളവർ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതാണ്. അകാരണമായിട്ടുള്ള ദുരിതങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ഈശ്വരവചനത്തോടെ സമാധാനത്തോടെ കഴിയാൻ ശ്രദ്ധിക്കുക. അവിട്ട നക്ഷത്രം മകരം, കുംഭം കൂറുകളിൽ വരുന്ന നക്ഷത്രമാണ്. മകരക്കൂറിന് സമ്മിശ്ര ഫലമാണ്. ഉദ്യോഗ കയറ്റം പ്രതീക്ഷിക്കുന്നവരെ സംബന്ധിച്ച് വർഷത്തിന്റെ പകുതി വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം. ഇഷ്ടദിക്കിലേക്ക് സ്ഥലം മാറ്റത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാം. രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നതാണ്. ആലസ്യം പ്രവർത്തനങ്ങളെ ബാധിച്ചേക്കാം. മനസ്സ് പെട്ടെന്ന് തളർച്ചയിലേക്ക് പോകുന്നതുമാണ്. അസുഖക്കാരനാണ് എന്ന തോന്നൽ പിടിപെടാം. ഊഹക്കച്ചവടം ധനനഷ്ടത്തിന് ഇടവരുത്തുന്നതാണ്. ഇടയ്ക്കിടെ ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ്. കുടുംബത്തിന്റെ പിന്തുണ കിട്ടുന്നതാണ്. കുംഭക്കൂറുകാർക്ക് മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവില്ല, ഉറച്ചു നിൽക്കുന്നതാണ്. ജോലിയിൽ പ്രമോഷൻ, വേതന വർധനവ് ഇവ ഉണ്ടാകുന്നതാണ്. ആരോഗ്യ ക്ലേശങ്ങൾ ഒട്ടൊക്കെ നിയന്ത്രണത്തിലാവുന്നതാണ്. പ്രണയിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒന്നിക്കാൻ കഴിഞ്ഞേക്കും. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന പ്രാപ്തി കൈവരുന്നതാണ്. ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതാണ്. ഇപ്പോൾ നമുക്ക് ചതയം നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി ചതയം നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പരിശോധിക്കാം. ചതയ നക്ഷത്രക്കാർക്ക് ആദിശൂലമാണ്. അതുകൊണ്ട് തന്നെ ധനനഷ്ടം, രോഗാപത്തുകൾ, അനാവശ്യ ചെലവുകൾ ഇവയൊക്കെയാണ് ഫലം. ചതയ നക്ഷത്രക്കാർക്ക് ബ്രഹ്മാവാണ് ദേവത. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെ ലഭിക്കും. ഇപ്പോൾ നമുക്ക് ചതയ നക്ഷത്രത്തിൽ ജനിക്കുന്നവരുടെ ഈ പുതുവർഷത്തിലെ സമ്പൂർണ്ണ വിഷുഫലത്തെ നോക്കാം. ചതയ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ മുഖം നോക്കാതെ സംസാരിക്കുന്നവരും ശത്രുക്കളെ ജയിക്കുന്നവരും അന്ധവിശ്വാസമില്ലാത്തവരും നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങുന്നവരുമാണ്. എന്നാൽ നല്ല ഗുണങ്ങളുള്ളവരും പിശുക്ക് അധികരിച്ചും ഉള്ളവരാണ്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ ഇന്ദ്രിയ മനസ്സുകളെ നിയന്ത്രിച്ച് സ്വജനങ്ങളിൽ പൂജയും ദേവാരാധനയിലും സജ്ജന പൂജയിലും താല്പര്യവും ഉള്ളവരായിരിക്കും. വിദ്യാഭ്യാസവും ധനവും സമൂഹത്തിൽ പ്രാമുഖ്യവും ഉള്ളവരാണ്. ഉത്തമ കുലജാതരായിട്ടും ഭവിക്കുന്നതാണ്. ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം 5ഉം 6ഉം ഭാവങ്ങളിലും ശനി 2ാം ഭാവത്തിലും രാഹു 1ാം ഭാവത്തിലും ചാരവശാൽ സഞ്ചരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ രോഗശമനവും സ്ഥിരോത്സാഹവും ഗുണാനുഭവങ്ങളും ലാഭകരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും അപ്രതീക്ഷിതമായി പൂർവിക സ്വത്തുക്കൾ വന്നു ചേരുകയും ചെയ്യുന്നതാണ്. നിയമപരമായിട്ടുള്ള വ്യവഹാരങ്ങൾ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്തില്ല എങ്കിൽ ദോഷവും ഉണ്ടാകാം. സന്താനഭാഗ്യവും സ്ഥാനമാറ്റങ്ങളും ഉണ്ടാകാം. 9 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നേരിയ ബാലാരിഷ്ടതയും അതിൽ നിന്ന് മുക്തിയും സുഖവും ഉണ്ടാകുന്നതാണ്. 9 വയസ്സ് മുതൽ 25 വയസ്സുവരെയുള്ളവർക്ക് ഐശ്വര്യങ്ങളും ഉന്നത പഠനത്തിനുള്ള സാഹചര്യങ്ങളുമുണ്ട്. വിവാഹ ഐശ്വര്യങ്ങളും ഉദ്യോഗ അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ്. 25 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള ചതയ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഉദ്യോഗത്തിലും സമൂഹത്തിലും ഉയർച്ചയും ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ച് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. 44 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ളവരെ സംബന്ധിച്ച് ഈ വർഷം പ്രമോഷനും ധനം, ഐശ്വര്യം, ഭാഗ്യം എന്നിവ ഉണ്ടാകുന്നതുമാണ്. 61 വയസ്സിന് മുകളിൽ 68 വയസ്സ് വരെയുള്ളവർക്ക് ഈ വർഷം അഗ്നി, വൈദ്യുതി മുതലായവയിൽ നിന്ന് ദോഷങ്ങളും ക്രൂരമായിട്ടുള്ള കൃത്യങ്ങൾ കൊണ്ട് ദോഷങ്ങളും ഉണ്ടാകുന്നതാണ്. 68 വയസ്സ് മുതൽ സമാധാനവും സുഖവും ധനവും അനുഭവങ്ങളും ഉണ്ടായി സുഖസമൃദ്ധി ഉണ്ടാകുന്നതാണ്. ചതയ നക്ഷത്രക്കാർക്ക് വ്യാഴം 5ലും 6ലുമായിട്ട് സഞ്ചരിക്കുന്ന സമയമാണ്. 7 ശനി അവസാന 2.5 വർഷക്കാലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. രാഹു ജന്മരാശിയിലാണ്. രാഹു ഇപ്പോൾ ചതയ നക്ഷത്രത്തിലാണ്. പിന്നീട് മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ്. ഗുണാനുഭവങ്ങളും ഒപ്പം പ്രതിസന്ധികളും ഉണ്ടാകാം. വർഷഫലത്തെ ഏറെക്കുറെ നമുക്കൊന്ന് നോക്കാം. പുതു സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ ഓരോ ചുവടുപ്പിലും കരുതൽ ഉണ്ടാകേണ്ടതാണ്. കൃത്യനിഷ്ഠ കുറയാതിരിക്കാൻ ശ്രദ്ധിക്കുക.
ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടങ്ങളിൽ സ്വാധീനം വർദ്ധിക്കുന്നതാണ്. സംഘടനകളിൽ തങ്ങളുടെ വാക്കുകൾ വിലമതിക്കപ്പെട്ടേക്കാം. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇൻക്രിമെന്റ് ലഭിക്കുന്നതാണ്. ഉപരിപഠനം ആശിച്ച വിധത്തിൽ പൂർത്തിയാക്കുന്നതിന് സാഹചര്യമുണ്ടാകും. വലിയ തീർത്ഥയാത്രകളുടെ ഭാഗമാകുന്നതാണ്. മാതാപിതാക്കളെയും കുടുംബത്തെയും ഒക്കെ ജോലിസ്ഥലത്തേക്ക് കൊണ്ടുപോയി ഒപ്പം താമസിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. പ്രണയസാഫല്യം ഉണ്ടാകുന്നതാണ്. സന്താനപ്രാപ്തി മുതലായ ആഗ്രഹങ്ങൾ സാധിക്കുന്നതാണ്. തുടങ്ങിയ വീടുപണി ചിലപ്പോഴൊക്കെ നീണ്ടുപോയേക്കാം. ഇപ്പോൾ നമുക്ക് പൂരിട്ടാതി നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷുസംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് പൂരിട്ടാതി നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ നോക്കാം. പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ആദിശൂലമാണ്. അതുകൊണ്ട് തന്നെ ധനനഷ്ടം, രോഗാപത്തുകൾ, അനാവശ്യ ചെലവുകൾ ഇവയാണ് ഫലം. ദേവതയായി പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് വിഷ്ണു ആണ്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണരുടെയും ഗുരുജനങ്ങളുടെയും മുതിർന്ന അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ സ്നേഹ ആദരവുകൾ ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് പൂരിട്ടാതി നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷുവർഷക്കാലത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. പൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഭാര്യയ്ക്ക് അടിമപ്പെടുന്നവരും സുഖദുഃഖങ്ങൾ സമ്മിശ്രമായി അനുഭവിക്കുന്നവരും സർക്കാർ ജോലിയിൽ ജീവിക്കുന്നവരും അങ്ങനെയുള്ള ധനത്തോടു കൂടിയും ധനത്തിനു വേണ്ടി ഏത് മാർഗവും ഉപയോഗിക്കുന്നവരും തർക്കിക്കുന്നവരും ദീർഘായുസ്സുള്ളവരും കോപിച്ചാൽ പെട്ടെന്ന് ശാന്തരാകുന്നവരും വ്യസനവും സാഹസിക പ്രവർത്തികളും ഉള്ളവരുമാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വർദ്ധിച്ച സമ്പത്തും സന്താനങ്ങളിൽ വാത്സല്യവും സത്യശീലവും സജ്ജനങ്ങളുമായി ഇടപെടുന്നവരും ഉത്തമ കുലജാതരും വിദ്യാസമ്പന്നരും ആയിരിക്കും. ചാരവശാൽ വ്യാഴം 5ഉം 6ഉം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ശനി 2ാം ഭാവത്തിലും രാഹു 1ലും 12ലും ആയിട്ട് സഞ്ചരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ കുറവായിരിക്കും. കുടുംബത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, ശത്രുത, കലഹം എന്നിവയൊക്കെ പ്രതീക്ഷിക്കേണ്ടതാണ്. തൊഴിൽ മേഖലയിൽ മനപ്രയാസങ്ങൾ ഉണ്ടാകാം. വ്യവഹാരങ്ങൾ പുനരാരംഭിക്കുകയും ആശ്രയിച്ചു വരുന്നവർക്ക് ഉപകാരങ്ങൾ ചെയ്യുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യും. സ്വന്തം കഷ്ടപ്പാടുകൾ കൊണ്ട് നേട്ടമുണ്ടാകുകയും ഭവന നിർമ്മാണം നടത്താനുള്ള ഭാഗ്യം ഉണ്ടാകുകയും ചെയ്യും. 8 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സുഖഭക്ഷണവും പരിചരണവും നല്ല അറിവുകളും വിദ്യയും ലഭിക്കുന്നതാണ്. 8 വയസ്സ് മുതൽ 27 വയസ്സുവരെയുള്ളവർക്ക് ഈ വർഷം ക്ലേശിച്ച് പഠിത്തത്തിൽ വിജയിക്കുകയും ജോലി, വിവാഹം, ധനസമ്പാദനം എന്നിവ സാധിക്കുന്നതുമാണ്. 27 വയസ്സ് മുതൽ 44 വയസ്സുവരെയുള്ളവരെ സംബന്ധിച്ച് ഈ വർഷം സ്ഥാനമാനങ്ങളും സാമൂഹ്യ ഉന്നതിയും കുടുംബത്തെ ഐശ്വര്യവും ഉണ്ടാകുന്നതാണ്. 44 വയസ്സ് മുതൽ 51 വയസ്സുവരെയുള്ളവർക്ക് ഈ വർഷം അപ്രതീക്ഷിത ധനനഷ്ടം, സ്ഥാനഭ്രംശം, മാനസിക ക്ലേശം എന്നിവ ഉണ്ടാകാം. 51 വയസ്സ് മുതൽ 71 വയസ്സുവരെയുള്ളവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സമ്പത്തുകൾ തിരിച്ചു പിടിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. കൂടാതെ ഉയർച്ചയും ധനവും ഐശ്വര്യവും നിലനിർത്താനും കഴിയുന്നതാണ്. 71 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ളവർക്ക് അലച്ചിലുണ്ടാകുന്നതാണ്. എന്നാൽ കാര്യവിജയങ്ങളും ഉണ്ടാകാം. 77 വയസ്സിന് മുകളിലുള്ളവർക്ക് സമാധാനവും സന്തോഷവും സുഖവും ഫലമാണ്. പൂരിട്ടാതി നക്ഷത്രം കുംഭം, മീനം രാശികളിലായി വരുന്ന നക്ഷത്രമാണ്. 7 ശനിക്കാലം തുടരുന്നതാണ്. അതുകൊണ്ട് തന്നെ കാര്യസാധ്യത്തിന് കഠിനമായിട്ടുള്ള പരിശ്രമം ആവശ്യമായിട്ടുള്ള കാലമാണ്. പ്രതീക്ഷിച്ച സഹായം കിട്ടണമെന്നില്ല. ശത്രുവാര് മിത്രമാര് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും. പലപ്പോഴും സുഹൃത്ത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാം. വിദ്യാഭ്യാസ കാര്യത്തിൽ നേട്ടങ്ങളും ഉണ്ടാകാം. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. പരാധീനതകൾക്കിടയിൽ അതൊരു വലിയ ആശ്വാസമായി അനുഭവപ്പെടും. കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതാണ്. പ്രവാസികൾക്ക് പുതിയ തൊഴിൽ നിയമങ്ങൾ മൂലം ആശ്വാസങ്ങൾ ലഭിക്കുന്നതാണ്. ഭൂമി വാങ്ങാനോ വീടുണ്ടാക്കുന്നതിനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അല്പം നിരാശ ഉണ്ടായേക്കാം. അക്കാര്യങ്ങളിൽ അല്പം കൂടി കാത്തിരിപ്പ് ആവശ്യമായി വന്നേക്കാം. പ്രണയബന്ധം വീട്ടുകാർ എതിർത്തേക്കാം. മാതാപിതാക്കൾ കണ്ടെത്തുന്ന ജീവിത പങ്കാളിയെ സ്വീകരിക്കുവാനാണ് സാധ്യത. സാമ്പത്തിക സമ്മർദ്ദത്തിന് അയവുണ്ടാകുന്ന വർഷമായിരിക്കും. ഇപ്പോൾ നമുക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷുസംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പരിശോധിക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ആദിഷക്കമാണ്. അതുകൊണ്ട് തന്നെ സർവാഭീഷ്ട സിദ്ധിയും സത്കീർത്തിയും ഫലമായി പറയണം. ദേവതയായ ശിവനാണ്. അതുകൊണ്ട് തന്നെ മനോദുഃഖവും കുടുംബസുഖഹാനിയും ഒക്കെ ഉണ്ടാകാം. ഇപ്പോൾ നമുക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷു വർഷക്കാലത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കുന്നവരും ശാസ്ത്ര പഠനവും നയവും ഉള്ളവരും ശത്രുക്കൾ കുറഞ്ഞവരും മാതാപിതാക്കളോട് ഭക്തിയുള്ളവരും ധർമ്മനീതികൾ പാലിക്കുന്നവരുമാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഭർത്താവിൽ അനുരക്തരും ഹിതങ്ങളെ അനുസരിക്കുന്നവരുമാണ്.
ക്ഷമാശീലവും ഗുരുജനങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യുന്നവരുമാണ്. സന്താനങ്ങളാൽ ദുഃഖം അനുഭവിക്കുന്നവരും കാര്യകാര്യജ്ഞാനവും പ്രവർത്തന മികവും ഉള്ളവരുമായിരിക്കും. വ്യാഴം 4-ലും 5-ലും ആയിട്ട് സഞ്ചരിക്കുന്നതാണ്. ശനി 1-ാം ഭാവത്തിലും രാഹു 12-ലും സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് തന്നെ കച്ചവടത്തിലും സംരംഭങ്ങളിലും സൗഭാഗ്യവും നല്ല ഇടപെടലുകളിലൂടെ നേട്ടങ്ങളും സാമ്പത്തിക വ്യവസായ അഭിവൃദ്ധിയും ശത്രുനാശവും വിവാഹം ഉന്നതമായിട്ടുള്ള വിജയങ്ങൾ ഇവ ഫലവും പറയേണ്ടതാണ്. 9 വയസ്സുവരെയുള്ളവരെ സംബന്ധിച്ച് അല്പമാത്രമായിട്ടുള്ള ദുരിതങ്ങളും അതിൽ നിന്ന് മുക്തിയും വിദ്യാഗുണങ്ങളും ലഭിക്കുന്നതാണ്. 9 വയസ്സ് മുതൽ 25 വയസ്സുവരെയുള്ളവരെ സംബന്ധിച്ച് ഈ വർഷം സരസ്വതി കൃപ ഉണ്ടാകുന്നതാണ്. കൂടാതെ വിജയവും ഉദ്യോഗ ലാഭവും ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ വിവാഹം നടക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. 25 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ളവർക്ക് ഈ വർഷം അപ്രതീക്ഷിതമായി ദുഃഖാനുഭവങ്ങളും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ചില ക്ലേശങ്ങളും ഉണ്ടാകാം. 32 വയസ്സ് മുതൽ 52 വയസ്സുവരെയുള്ളവർക്ക് ഈ വർഷം പലവിധ നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും നല്ല വിവാഹവും ഉദ്യോഗവും മാന്യതയും ഉണ്ടാകാം. 52 വയസ്സ് മുതൽ 68 വയസ്സ് വരെയുള്ളവർക്ക് സർക്കാരിൽ നിന്നും ഉപദ്രവവും വിജയത്തിന് കുറവും ഉണ്ടായേക്കാം. 58 വയസ്സ് മുതൽ 68 വയസ്സ് വരെയുള്ളവർക്ക് ഈ വർഷം സദ്ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. 68 വയസ്സ് മുതലുള്ളവർക്ക് ഈ വർഷം ദുരിതാനുഭവങ്ങൾ ഉണ്ടാകാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ജന്മശനി കാലമാണ് എന്നത് ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാകണം. തടസ്സങ്ങൾ സഹജമാവും. സ്വശക്തി ദുർബലപ്പെടുന്നതാണ്. അകാരണമായിട്ടുള്ള ഭയം പിടിപെട്ടേക്കാം. സ്വയം ഓരോരോ കാരണങ്ങൾ കണ്ടെത്തി ചെയ്യുന്ന പ്രവർത്തികളിൽ ഒഴിവ് കഴിവ് പറയാനിടയുണ്ട്. വലിയ മുതൽ മുടക്കുകൾക്ക് മുതിരാതിരിക്കുക. വ്യാഴം 4-ലും 5-ലും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഗാർഹിക അന്തരീക്ഷം കുറെയൊക്കെ മെച്ചപ്പെടുന്നതാണ്. കുടുംബാംഗങ്ങൾക്ക് പലതരം ക്ഷേമൈശ്വര്യങ്ങൾ വന്നെത്തുന്നതാണ്. മക്കളുടെ പഠിപ്പ് അഭിവൃദ്ധിയിലാവുന്നതാണ്. തൊഴിലിനായിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കുന്നതാണ്. രോഗികൾക്ക് ആരോഗ്യപുഷ്ടിയും ചിലപ്പോഴൊക്കെ തുടർ ചികിത്സ വേണ്ടി വരുന്നതുമാണ്. 12-ലെ രാഹു ചെലവുകൾ ഉയർത്തുന്നതാണ്. പാഴ്ചെലവുകൾ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. പ്രവാസത്തിന് സാധ്യതയുണ്ട്. പ്രണയ ജീവിതം പ്രതിസന്ധിയിലാവുന്നതാണ്. തുടങ്ങിയ വീട് പണി ഇഴഞ്ഞും വലിഞ്ഞും മുന്നോട്ട് നീങ്ങുന്നതാണ്. ഇപ്പോൾ നമുക്ക് രേവതി നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് രേവതി നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെ പരിശോധിക്കാം. രേവതി നക്ഷത്രക്കാർക്ക് ആദിശക്തമാണ്. അതുകൊണ്ട് തന്നെ സർവാഭിഷ്ട സിദ്ധിയും സത്കീർത്തിയും ഫലമായി പറയണം. ദേവതയായി രേവതി നക്ഷത്രക്കാർക്ക് ബ്രഹ്മാവാണ്. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെ പറയണം. ഇപ്പോൾ നമുക്ക് രേവതി നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷു വർഷക്കാലത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർ ധനവും ബുദ്ധിയും ഉള്ളവരും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നവരും ശരീര സൗന്ദര്യവും ഭാര്യയോട് വിധേയത്വം പുലർത്തുന്നവരുമാണ്. സ്ത്രീജിതരാണ് എന്ന് പറയാം. രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സ്വഭാവശുദ്ധി, വ്രതാനുഷ്ഠാനങ്ങൾ എന്നിവയുള്ളവരാണ്. സൗന്ദര്യവും തേജസ്സും ഉള്ളവരാണ്. ശത്രുക്കളെ ജയിക്കുന്നവരും എല്ലാവർക്കും ഇഷ്ടം ജനിപ്പിക്കുന്നവരും ആയിരിക്കും. ചാരവശാൽ വ്യാഴം 4-ലും 5-ലും ഭാവങ്ങളിലായിട്ടാണ് സഞ്ചരിക്കുന്നത്. ശനി ജന്മരാശിയിലാണ്. രാഹു 12-ലാണ്. മാനസികമായിട്ടുള്ള സംഘർഷാത്മക അവസ്ഥയുണ്ടായേക്കാം. മനസ്സിൽ വളരെ കാലമായി ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കുന്നതാണ്. സന്താന ഭാഗ്യം, സദ്ഗുണങ്ങൾ എന്നിവ ഉണ്ടാകാം. 9 വയസ്സുവരെയുള്ളവർക്ക് ഈ വർഷം ആരോഗ്യവും ഐശ്വര്യവും വിദ്യയും, 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ളവർക്ക് ഈ വർഷം രോഗങ്ങളും അതിൽ നിന്ന് മുക്തിയും ലഭിക്കാം. തീ, കരണ്ട്, അഗ്നി, വൈദ്യുതി എന്നിവയിൽ നിന്നൊക്കെ കരുതൽ എടുക്കേണ്ടതാണ്. 16 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവരെ സംബന്ധിച്ച് ഉന്നത പഠനം, തൊഴിൽ, വിവാഹം, ധന ഐശ്വര്യങ്ങൾ എന്നിവയൊക്കെ ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ്. 36 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ളവർക്ക് ഈ വർഷം സ്ഥാനനഷ്ടങ്ങളും അലച്ചിലും ഉണ്ടാകാം. 42 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ളവരെ സംബന്ധിച്ച് പരിശ്രമത്തിലൂടെ നേട്ടങ്ങളും സുഖവും സന്തോഷവും ഫലമായിട്ട് പറയണം. 52 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ളവർക്ക് കഠിനാധ്വാനത്തിലൂടെ ഉയർച്ചയും ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ്. 59 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ളവർക്ക് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതാണ്. എന്നാൽ അലർജി പോലെയുള്ള കാര്യങ്ങൾ ഈ വർഷം ഉണ്ടാകാം. 77 വയസ്സ് മുതൽ മുകളിലേക്ക് പ്രായമുള്ളവർക്ക് ഈ വർഷം പല വിധത്തിലുള്ള സന്തോഷപ്രദമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. രേവതി നക്ഷത്രക്കാർക്ക് 7 ശനിക്കാലം തുടരുകയാണ്. എല്ലാ മേഖലയിലും ശക്തിക്ഷയമോ പരാജയമോ വരാനിടയുള്ളതിനാൽ കരുതൽ വേണ്ടതുണ്ട്. സാഹസങ്ങൾക്ക് ഒരു കാരണവശാലും മുതിരാതിരിക്കുക. സാമ്പത്തിക അച്ചടക്കം അനിവാര്യമാണ്. കൂട്ടുകെട്ടുകളിൽ ജാഗ്രത വേണ്ടതായിട്ടുണ്ട്. പുതിയ ജോലികൾക്കായി നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് പലവട്ടം ആലോചിച്ചിട്ടാവണം ചെയ്യാൻ. നിലവിലെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്. പക്ഷേ വലിയ തോതിൽ പണം മുടക്കാതിരിക്കുക. ഏജൻസി കമ്മീഷൻ ഏർപ്പാടുകൾ ഗുണകരമാകുന്നതാണ്.
വീട് നിർമ്മാണം തുടങ്ങാൻ സാധിച്ചേക്കും. എന്നാൽ പൂർത്തിയാക്കാൻ ചിലപ്പോൾ വൈകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം. മകന്റെ അല്ലെങ്കിൽ മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി വാഹനം മാറ്റി വാങ്ങേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകാം. അനുരാഗ കാര്യങ്ങളിൽ കുടുംബത്തിന്റെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നേക്കാം. ബന്ധുശൈഥല്യം മനസ്സിനെ ബാധിക്കാനിടയുണ്ട്. ആത്മീയ സാധനങ്ങൾ മുടക്കാതിരിക്കാൻ ശ്രദ്ധ ചെലുത്തുക. അപരിചിതരും ഒത്തുള്ള ദീർഘയാത്രകളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. പൊതുവെ വിഷുഫലത്തിൽ ഗുണാധിക്യമുള്ള നക്ഷത്രങ്ങൾ അശ്വതി, രോഹിണി, മകം, അത്തം, മൂലം, തിരുവോണം എന്നീ നക്ഷത്രക്കാർക്കാണ്. അതായത് വരുന്ന ഒരു വിഷുവർഷക്കാലം വളരെ നല്ലതാണ് എന്നർത്ഥം. സാമാന്യമായി ഗുണം ലഭിക്കുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, ആയില്യം, ഉത്രം, തൃക്കേട്ട, ഉത്രാടം, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. എന്നാൽ മധ്യമമായിട്ടുള്ള വർഷഫലത്തെ അനുഭവിക്കുന്ന നക്ഷത്രക്കാർ ഭരണി, പുണർദം, പൂയം, പൂരം, വിശാഖം, ഉത്രാടം, അനിഴം, തൃക്കേട്ട, പൂരാടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളാണ്. എന്നാൽ ഏറ്റവും ദോഷകരമായിട്ടുള്ള സമയമുള്ള നക്ഷത്രക്കാർ മകയിരം, തിരുവാതിര, ചിത്തിര, ചോതി, അവിട്ടം എന്നീ നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രക്കാർ നിർബന്ധമായും എല്ലാ മാസവും മഹാവിഷ്ണുവിന് പാൽപ്പായസവും ശിവഭഗവാന് ധാരയും പുറകുവിളക്കും കടുംപായസവും നിർബന്ധമായിട്ടും ചെയ്യുക. ജന്മനക്ഷത്രം തോറും നിർബന്ധമായിട്ടും ക്ഷേത്ര ദർശനവും ഈ പറഞ്ഞ നക്ഷത്രക്കാർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.